മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് കൂട്ടുകാർ ഏറെ കാത്തിരിക്കുന്ന ഒരു കുറ്റാന്വേഷണ നോവലാണ്. ഈ കുറ്റാന്വേഷണ നോവലിൻ്റെ പേര് നിഗൂഢതയുടെ ചന്ദ്രകാന്തക്കല്ല്. ഈ നോവലിൻ്റെ രചയിതാവ് വിൽക്കി. അപ്പോൾ ഒന്നാം ഭാഗം, നിഗൂഢതയുടെ ചന്ദ്രകാന്തക്കല്ല്. ഇന്ത്യയും ബ്രിട്ടനും പശ്ചാത്തലമാക്കി രചിച്ച ഈ നോവലിൻ്റെ കഥ അരങ്ങേറുന്നത് ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പാണ്. കൃത്യമായി പറഞ്ഞാൽ 1799 മെയ് 4. അന്നാണ് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിച്ച് കീഴടക്കിയത്. അക്കാലത്ത് പട്ടാള ക്യാമ്പുകളിൽ വിചിത്രവും രസകരവുമായ പല കഥകളും പ്രചരിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും രസകരമായത് ശ്രീരംഗപട്ടണം രാജകൊട്ടാരത്തിലെ നിധികളിലൊന്നായ ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ളതായിരുന്നു. ഇന്ത്യക്കാർ ഇതിനെ ദിവ്യശക്തിയുള്ള ഒരു രത്നമായിട്ടാണ് ആരാധിച്ചു പോന്നിരുന്നത്. ചന്ദ്രകാന്തം എന്ന ഈ വിചിത്ര രത്നത്തെ ഒരു ദേവവിഗ്രഹത്തിൻ്റെ നെറുകിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. ഈ രത്നം തൊടുന്ന വ്യക്തിക്കും കുടുംബത്തിനും സർവനാശം വരുമെന്നായിരുന്നു വിശ്വാസം. ഇതിനെ വിദേശി ആക്രമണത്തിൽ നിന്നും കവർച്ചയിൽ നിന്നും സംരക്ഷിച്ചിരുന്നത് പുരോഹിതന്മാരായിരുന്നു. 3 ബ്രാഹ്മണ പുരോഹിതന്മാരായിരുന്നു ചന്ദ്രകാന്തത്തെ തലമുറകളായി പരിപാലിച്ച് പോന്നിരുന്നത്. എന്നാൽ മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ആക്രമണത്തിലൂടെ ചന്ദ്രകാന്തം കൈക്കലാക്കി. പരിപാലകരായ 3 ബ്രാഹ്മണ പുരോഹിതർക്കും രത്നം വീണ്ടെടുക്കാനായില്ല. എന്നാൽ അവർ പ്രച്ഛന്ന വേഷധാരികളായി രത്നത്തിൻ്റെ സഞ്ചാരപഥം മണത്തറിഞ്ഞുകൊണ്ടിരുന്നു. പ്രതീക്ഷിച്ച പോലെ രത്നം കൈക്കലാക്കിയ സൈനിക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ശാപമെന്നവണ്ണം അതിദയനീയമായ വിധത്തിലാണ് മരണമടഞ്ഞത്. രത്നം മാറി മാറി പല വിദേശ ഭരണാധികാരികളുടെയും കൈകളിലെത്തി. അതിശയമെന്ന് പറയട്ടെ, അവരെല്ലാം അതിൻ്റെ ശാപത്തിന് വിധേയരാകുകയും ചെയ്തു. അവസാനം ചന്ദ്രകാന്തം എത്തിച്ചേർന്നത് ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താൻ്റെ കൈകളിലായിരുന്നു. അദ്ദേഹം അത് തൻ്റെ കഠാരിയുടെ പിടുത്തത്തിൽ അലങ്കാരമായി വെച്ചുപിടിപ്പിച്ചു. രത്നം പരിപാലിക്കാൻ ബാധ്യസ്ഥരായ 3 ബ്രാഹ്മണ പുരോഹിതന്മാരും ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരായി വേഷം മാറി രത്നത്തിൻ്റെ നീക്കത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുന്നതിന് മുമ്പത്തെ കഥയാണിത്. ഈ കഥ ബ്രിട്ടീഷുകാരനായ കേണൽ ജോണിനെ ആവേശം കൊള്ളിച്ചു. ഈ രത്നം താൻ പിടിച്ചെടുത്ത് മോതിരമായി ഉപയോഗിക്കുമെന്ന് അദ്ദേഹം വീമ്പിളക്കി. ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം പിടിച്ചടക്കിയ ശേഷം അവിടെ ക്രമസമാധാനം പാലിക്കാനായി 2 വിഭാഗം പട്ടാളക്കാരെ നിയോഗിച്ചു. അതിൽ ഒരു വിഭാഗത്തിൻ്റെ തലവനായിരുന്നു കേണൽ ജോൺ. ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരത്തിലെ നിധികളെ കവർച്ചയിൽ നിന്നും തടയുക എന്നതായിരുന്നു അവരുടെ പ്രധാന ചുമതല. എന്നാൽ ചന്ദ്രകാന്തം എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന ഭ്രാന്തമായ ആവേശമാണ് കേണൽ ജോണിനെ ബാധിച്ചിരുന്നത്. അതിനാൽ അദ്ദേഹത്തിൻ്റെ കർത്തവ്യബോധത്തിൽ പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഭയപ്പെട്ടിരുന്നത് പോലെ തന്നെ സുൽത്താൻ്റെ നിധി കവർച്ച ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ തടുക്കാൻ കേണൽ ജോണിന് കഴിഞ്ഞില്ല. കേണൽ ജോണിൻ്റെ ലക്ഷ്യവും കവർച്ചയായിരുന്നുവല്ലോ. ഓരോ സൈനിക ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് കിട്ടാവുന്നതൊക്കെ കൈക്കലാക്കിക്കൊണ്ടിരുന്നു. കൂട്ടത്തിൽ കേണൽ ജോണും പങ്കെടുത്തു. ചന്ദ്രകാന്തം പതിച്ച ടിപ്പു സുൽത്താൻ്റെ കഠാരി അദ്ദേഹം കരസ്ഥമാക്കി. കവർച്ചാ ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് 3 ഇന്ത്യൻ സൈനികരുമായി പൊരുതേണ്ടതായി വന്നു. 2 പേരെ ജോൺ കൈയോടെ കൊന്നു. മൃതപ്രായനായ 3ാമത്തെ സൈനികൻ ജോണിനെ ഇപ്രകാരം ശപിച്ചു: ഈ ചന്ദ്രകാന്തം നിങ്ങളെയും കുടുംബത്തെയും നശിപ്പിക്കും. ഈ ശാപം പക്ഷേ കേണൽ ജോൺ കൈക്കൊണ്ടില്ല. വരാനിരിക്കുന്ന അത്യാപത്തിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനല്ലായിരുന്നു. ഗബ്രിയേൽ പറഞ്ഞത്: ജൂലിയ പ്രഭിയുടെ കാര്യസ്ഥനാണ് ഞാൻ. പ്രഭിയുടെ മൂത്ത സഹോദരിയുടെ മകൻ ഫ്രാങ്കലിനുമായി ഞാൻ ഇന്നലെ സംഭാഷണം നടത്തിയിരുന്നു. കുടുംബ ബിസിനസ് സംബന്ധമായി വക്കീലിനെ കാണാൻ വന്നതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇന്ത്യയിൽ നിന്ന് ചന്ദ്രകാന്തം നഷ്ടപ്പെട്ട കഥ കഴിയും വേഗം രേഖാമൂലം അറിയിക്കണമെന്ന് വക്കീൽ നിർദ്ദേശിച്ചിരുന്നു അത്രേ. ഫ്രാങ്ക്ലിൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവുമായി യോജിച്ചു. ചന്ദ്രകാന്തവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ എഴുതി കൊടുക്കണമെന്നാണ് വക്കീൽ ഉദ്ദേശിക്കുന്നതെന്ന് ഫ്രാങ്ക്ലിൻ വ്യക്തമാക്കി. തൻ്റെ അമ്മാവൻ കേണൽ ജോൺ 50 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന കാലം മുതൽക്കുള്ള കഥ ആരംഭിക്കണമെന്നാണ് ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. പിന്നീട് വിവരിക്കേണ്ട കാര്യം ചന്ദ്രകാന്തം തൻ്റെ ഇളയമ്മയായ ജൂലിയ പ്രഭിയുടെ യോർക്ക്ഷയറിലെ വീട്ടിൽ 2 വർഷം മുമ്പ് എങ്ങനെ വന്ന് എത്തിച്ചേർന്നെന്നും 12 മണിക്കൂറിനുള്ളിൽ അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നുമാണ്. ഗബ്രിയേൽ, ആ സമയം ജൂലിയ പ്രഭിയുടെ വീട്ടിൽ നടന്നത് എന്താണെന്ന് നിങ്ങൾക്കാണ് കൂടുതൽ അറിയുക. കാരണം നിങ്ങളാണല്ലോ പ്രഭിയുടെ വീട്ടുകാര്യസ്ഥൻ. അതിനാൽ കഴിയുന്നത്ര ഭംഗിയായി കഥ എഴുത്ത് ആരംഭിക്കൂ, ഫ്രാങ്ക്ലിൻ ആവശ്യപ്പെട്ടു. ഫ്രാങ്ക്ലിൻ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചെങ്കിലും എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കൊരു എത്തും പിടിയുമില്ലായിരുന്നു. ഇക്കാര്യത്തിൽ എൻ്റെ മകൾ പെനലോഫ് എന്നെ സഹായിക്കാനെത്തി. ഓരോ ദിവസത്തെയും സാധാരണ സംഭവങ്ങൾ അതേപോലെ വിവരിച്ചാൽ മതിയെന്ന് മകൾ നിർദ്ദേശിച്ചു. അതനുസരിച്ച് ഞാൻ എഴുതി തുടങ്ങി. 1848 മെയ് 24 ബുധൻ. പ്രഭി ജൂലിയ എന്നെ അവരുടെ ഇരിപ്പിട മുറിയിലേക്ക് വിളിപ്പിച്ചു. വിദേശ സഞ്ചാരം കഴിഞ്ഞെത്തുന്ന തൻ്റെ സഹോദരി പുത്രൻ ഫ്രാങ്ക്ലിൻ അടുത്ത ദിവസം ഞങ്ങളെ സന്ദർശിക്കുമെന്ന് അവർ പറഞ്ഞു. അടുത്ത മാസം റേച്ചലിൻ്റെ ജന്മദിനമാണല്ലോ. അതുവരെ ഫ്രാങ്ക്ലിൻ നമ്മോടൊപ്പം താമസിക്കും, പ്രഭി കൂട്ടിച്ചേർത്തി. ഈ വാർത്ത എന്നെ സന്തോഷഭരിതനാക്കി. കാരണം ഞങ്ങളെല്ലാം ഫ്രാങ്ക്ലിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ അവനെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. നല്ല അടക്കവും മുതുക്കവുമുള്ള പയ്യൻ. ഇപ്പോൾ അവന് 25 വയസ്സായി കാണും. ധീരനും സംസ്കാര സമ്പന്നനുമാണ് അവൻ. ഉപരിവിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വിദേശത്ത് പോയതായിരുന്നു. അടുത്ത ദിവസം വ്യാഴാഴ്ച വേനലിലെ നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു. ഡിന്നർ സമയമാകുമ്പോഴേക്കും ഫ്രാങ്ക്ലിൻ എത്തിച്ചേരുമെന്നായിരുന്നു പ്രതീക്ഷ. പ്രഭിയും മകൾ റേച്ചലും സുഹൃത്തുക്കളുമൊത്ത് പുറത്തു കറങ്ങാൻ പോയി. അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി ഞാൻ മട്ടുപ്പാവിലേക്ക് വിശ്രമിക്കാൻ പോയി. ചെണ്ടയുടെ താളം എൻ്റെ ശ്രദ്ധ തിരിച്ചു. ചെന്ന് നോക്കിയപ്പോൾ 3 ഇന്ത്യക്കാരും ഒരു ഇംഗ്ലീഷുകാരൻ ബാലനും വാതിലിന് മുന്നിൽ നിൽക്കുന്നു. ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ അവർ അനുവാദം ചോദിച്ചു. യജമാനത്തി വീട്ടിലില്ലെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞയച്ചു. ഇന്ത്യക്കാരിലൊരുവൻ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നു. ഞാൻ വീണ്ടും മട്ടുപ്പാവിലേക്ക് തന്നെ പോയി. ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ ഒരുങ്ങവേ മകൾ ഓടിയെത്തി എന്നെ വിളിച്ചു. അവളുടെ ഭാവം കണ്ടാൽ വീടിന് തീ പിടിച്ചിരിക്കുകയാണെന്ന് തോന്നും. ആ 3 ഇന്ത്യക്കാർ വന്നിരിക്കുന്നത് ഫ്രാങ്ക്ലിനെ ദ്രോഹിക്കാനാണെന്നും അതിനാൽ അവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പെനലോഫ് ആവശ്യപ്പെട്ടു. അസാധാരണ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ കണ്ടപ്പോൾ പെനലോപ്പും അവളുടെ കൂട്ടുകാരിയായ ലോഡ്ജ് ഉടമയുടെ മകളും ഒരു കൗതുകത്തിനു വേണ്ടി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. 2 പെൺകുട്ടികളും ഒരു വേലിക്കരികിൽ ഒളിച്ചിരുന്നു. ഇന്ത്യക്കാർ പ്രഭിയുടെ വീടിന് നേരെ രൂക്ഷമായി തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. ഇംഗ്ലീഷ് സംസാരിച്ചയാൾ മഷി പോലെയുള്ള ഏതോ ഒരു ദ്രാവകം ഇംഗ്ലീഷുകാരൻ ബാലൻ്റെ കൈവെള്ളയിൽ പുരട്ടിക്കൊണ്ട് ചോദിച്ചു, വിദേശത്ത് നിന്ന് ഇംഗ്ലീഷുകാരൻ ഇന്നിവിടെ വരുമോ? ഉവ്വ്, ഒരു മയക്കത്തിലെന്ന പോലെ ബാലൻ പറഞ്ഞു. ആ സാധനം അയാളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. അയാൾ എപ്പോൾ എത്തും? അറിയില്ല. എല്ലാം ഒരു പുക പോലെ. ഇനിയൊന്നും കാണാൻ കഴിയുന്നില്ല. പിന്നീട് അയാൾ ബാലൻ്റെ തലയ്ക്ക് മുകളിൽ ചില ആംഗ്യങ്ങൾ കാണിച്ചു. ബാലൻ പൂർവാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അവരെല്ലാവരും കൂടി പിന്നീട് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. പെനലോപ്പിൽ ഉത്കണ്ഠയും പരിഭ്രമവും നിറഞ്ഞിരുന്നു. അച്ഛാ, അവർ ആ സാധനം എന്ന് പറഞ്ഞത് എന്താണ്? അവൾ ചോദിച്ചു. എനിക്കത് അറിയാമായിരുന്നില്ല. ഞാൻ അതിനെപ്പറ്റി ഫ്രാങ്ക്ലിനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്കതപ്പോൾ നിസ്സാരമായേ തോന്നിയുള്ളൂ. പക്ഷേ ഫ്രാങ്ക്ലിൻ ഈ കഥ കേട്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ആ സാധനം എന്നത് ചന്ദ്രകാന്തം തന്നെയാണെന്ന് അദ്ദേഹവും കരുതി.
കൂട്ടത്തിൽ മറ്റൊരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഞാൻ മട്ടുപ്പാവിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കെ അടുക്കളക്കാരി നാൻസി എൻ്റെ അരികിൽ ഒരു പരാതിയുമായി ഓടിയെത്തി. റോസന്യെ ഇതുവരെയായിട്ടും കാണാനില്ലെന്നും തനിക്ക് ഒറ്റയ്ക്ക് ഡിന്നർ പാകം ചെയ്യാൻ കഴിയില്ലെന്നുമായിരുന്നു അവളുടെ പരാതി. അതിനാൽ ഞാൻ റോസന്യെ തിരക്കി പുറപ്പെട്ടു. വീട്ടിലെ മറ്റ് വേലക്കാരികളെ പോലെയല്ലായിരുന്നു റോസന്ന. ഈ അടുത്താണ് അവൾ ജോലിയിൽ ചേർന്നത്. കുറച്ചുകാലം ജയിലിലും പിന്നീട് ദുർഗുണ പരിഹാര പാഠശാലയിലുമായിരുന്നു അവൾ. എന്നാൽ ജൂലിയ പ്രഭിക്ക് ദയ തോന്നി അവൾക്ക് സ്വയം നന്നാകാൻ ഒരവസരം കൊടുക്കുകയായിരുന്നു. അവൾ നന്നായി ജോലി ചെയ്യുമായിരുന്നെങ്കിലും ഇടയ്ക്കിടെ ചില കുസൃതികൾ ഒപ്പിക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് 1/4 മൈൽ അകലെയുള്ള കടപ്പുറത്തെ ചതുപ്പ് നിലത്ത് ചെന്ന് നിൽക്കുക അവളുടെ ഒരു പതിവായിരുന്നു. യോർക്ക്ഷയർ തീരത്തെ ആ ചതുപ്പ് നിലം ഭീകരമായിരുന്നു. തിരയിറങ്ങുമ്പോൾ ചതുപ്പ് നിലത്തെ മണൽത്തരികൾ വിറകൊള്ളുന്നത് കൗതുകകരമായ കാഴ്ചയായിരുന്നു. അപസ്മാരമിളകി ബോധം കെടുന്നതും അവളുടെ പതിവിൽപ്പെട്ടതായിരുന്നു. ഞാൻ കടപ്പുറത്ത് ചെന്ന് നോക്കുമ്പോൾ അവൾ ചതുപ്പ് നിലത്തിൽ നിന്നുകൊണ്ട് കരയുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, മിസ്റ്റർ ഗബ്രിയേൽ, എൻ്റെ കഴിഞ്ഞുപോയ കാലം കലങ്ങി മറിഞ്ഞ ഒന്നാണ്. വിറയ്ക്കുന്ന ഈ മണൽത്തരികളെ നോക്കുമ്പോൾ അവയ്ക്കിടയിൽ പുറത്തേക്ക് വരാൻ വെമ്പുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ പിന്നിൽ നിന്ന് ആരോ എന്നെ ഗാംഭീര്യമാർന്ന ശബ്ദത്തിൽ വിളിക്കുന്നത് ഞാൻ കേട്ടു. ഗബ്രിയേൽ, എവിടെയാണ് നിങ്ങൾ? ഇതാ ഇവിടെ, ഞാൻ വിളിച്ചു പറഞ്ഞു. ആ അപരിചിത ശബ്ദം കേട്ട് റോസന്നയുടെ മുഖം ചുമന്നു. പെട്ടെന്ന് ആകാംക്ഷ മൂലം മുഖം പ്രസന്നമായി. അതാരാണെന്ന് ഞാൻ തിരിഞ്ഞു നോക്കി. പ്രകാശം തിളങ്ങുന്ന മുഖവും നിറഞ്ഞ പുഞ്ചിരിയുമായി ഒരു ചെറുപ്പക്കാരൻ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. മിസ്റ്റർ ഫ്രാങ്ക്ലിൻ, എൻ്റെ പ്രഭിയുടെ സഹോദരിപുത്രൻ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും 4 മണിക്കൂർ മുമ്പെയാണല്ലോ അദ്ദേഹം എത്തിച്ചേർന്നത്. ഫ്രാങ്ക്ലിൻ റോസന്നയുടെ ചുവന്നരണ്ട മുഖത്തേക്ക് നോക്കി. എന്തിനാണ് അവൾ തന്നെ കണ്ട് പരിഭ്രമിക്കുന്നതെന്ന് അയാൾ അതിശയിച്ചു. ഞാൻ ഫ്രാങ്ക്ലിനെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു. പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നേരത്തെ എത്തിച്ചേർന്നതായും ഞാൻ പറഞ്ഞു. അതിന് കാരണമുണ്ട്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി എരുണ്ട തൊലിക്കാരനായ ഒരു അപരിചിതൻ എന്നെ പിന്തുടരുന്നതായി ഞാൻ സംശയിക്കുന്നു. അയാളുടെ പിടിയിൽപ്പെടാതിരിക്കാനായി ലണ്ടനിൽ നിന്ന് ആദ്യം കിട്ടിയ ട്രെയിനിന് ഞാനിങ്ങ് പോന്നു. ഇത് കേട്ടപ്പോൾ 3 ഇന്ത്യക്കാരെപ്പറ്റി പെനലോപ്പ് പറഞ്ഞ കഥ എൻ്റെ മനസ്സിൽ ഉടനെ തന്നെ ഓടിയെത്തി. നിങ്ങളെ ആരാണ് വീക്ഷിച്ചു കൊണ്ടിരുന്നത് എന്നറിയാമോ സർ? ഞാൻ ചോദിച്ചു. അദ്ദേഹം എൻ്റെ ചോദ്യം കേട്ടില്ലെന്ന് തോന്നുന്നു. പകരം ജാലവിദ്യക്കാരായ ആ 3 ഇന്ത്യക്കാരെക്കുറിച്ചാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. ഞാൻ സംഭവം വിവരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കീശയിൽ നിന്ന് ഒരു പൊതി പുറത്തെടുത്ത് എന്നെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗബ്രിയേൽ, ആ സാധനം എന്നവർ വിശേഷിപ്പിച്ചത് ഇതിനെയാണ്. എൻ്റെ അമ്മാവൻ കേണൽ ജോണിൻ്റെ ഇന്ത്യൻ രത്നമായ ചന്ദ്രകാന്തം. ആശ്ചര്യചകിതനായി ഞാൻ ചോദിച്ചു, ആ ദുഷ്ട കേണലിൻ്റെ രത്നം നിങ്ങളുടെ കൈകളിൽ എങ്ങനെ വന്നു ചേർന്നു എന്ന് പറയാമോ സർ? റേച്ചലിൻ്റെ ജന്മദിന സമ്മാനമായി നൽകാൻ സൂക്ഷിച്ചതായിരുന്നു ഈ രത്നം അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൻ്റെ നടത്തിപ്പുകാരൻ എന്ന നിലയിൽ എൻ്റെ പിതാവാണ് അവൾക്ക് ഈ സമ്മാനം നൽകാൻ എന്നെ ഇങ്ങോട്ടയച്ചത്. കൂട്ടത്തിൽ ചോദിക്കട്ടെ, നിങ്ങളെന്താണ് അദ്ദേഹത്തെ ദുഷ്ടനെന്ന് വിശേഷിപ്പിച്ചത്? ഞാൻ അദ്ദേഹത്തോട് കഥ വിവരിച്ചു. എൻ്റെ പ്രഭിയുടെ സഹോദരനായിരുന്നു കേണൽ ജോൺ, അച്ഛൻ്റെ 2ാമത്തെ മകൻ. അദ്ദേഹത്തെ കുടുംബത്തിലെ മുടിയനായ പുത്രനായാണ് കണക്കാക്കിയിരുന്നത്. ഇന്ത്യയിലെ അല്പകാലത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോന്നു. പക്ഷേ ഇതിനകം അദ്ദേഹം വളരെയധികം ചീത്തപ്പേര് വരുത്തി വച്ചിരുന്നതിനാൽ എൻ്റെ പ്രഭി ജൂലിയ അദ്ദേഹത്തിനെതിരെ എന്നേക്കുമായി വാതിൽ കൊട്ടിയടച്ചു. അദ്ദേഹത്തിൻ്റെ നീചപ്രവർത്തികളെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിച്ചിരുന്നു. ചന്ദ്രകാന്തം കരസ്ഥമാക്കിയതാണ് അവയിൽ ഏറ്റവും ഹീനമായ കഥ. രത്നം കിട്ടിയ നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കുഴപ്പം നിറഞ്ഞതായി തീർന്നു. ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തിനെതിരെ 2 തവണ കൊലപാതക ശ്രമം നടന്നു. മരണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്.
ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും അദ്ദേഹം സമൂഹഭ്രഷ്ടനായി കഴിഞ്ഞിരുന്നു. എന്നിട്ടും ചന്ദ്രകാന്തം കൈയൊഴിയാൻ കേണൽ ജോൺ കൂട്ടാക്കിയില്ല. അദ്ദേഹം അത് വിൽക്കുകയോ മറ്റാർക്കെങ്കിലും നൽകുകയോ കാണിച്ചു കൊടുക്കുക പോലുമോ ചെയ്തില്ല. ഒരു ദിവസം അദ്ദേഹം എൻ്റെ പ്രഭിയുടെ വീട്ടിൽ വന്നിരുന്നു. പ്രഭിയുടെ മകൾ റേച്ചലിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് രാത്രിയിലായിരുന്നു അത്. എന്നാൽ വീടിനകത്തേക്ക് കടക്കാൻ അദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല. ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മരുമകളുടെ ജന്മദിനം ഓർക്കുക തന്നെ ചെയ്യും. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചുവെന്ന വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. ഞാൻ പറഞ്ഞതെല്ലാം ഫ്രാങ്ക്ലിൻ ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കഥയുടെ ഭാഗം വെളിപ്പെടുത്തി. ചന്ദ്രകാന്തം ആരുടെയെങ്കിലും സുരക്ഷിതമായ കരങ്ങളിലെത്തിക്കാൻ കേണൽ ജോൺ ഭക്തശ്രദ്ധനായിരുന്നു അത്രേ. അദ്ദേഹം തൻ്റെ അളിയനെ, അതായത് ഫ്രാങ്കലിൻ്റെ അച്ഛൻ ബ്ലെയ്ക്കിനെയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. രത്നം ബാങ്ക് ലോക്കറിൽ നിക്ഷേപിക്കപ്പെട്ടു. കേണൽ ജോണിൻ്റെ ചില പ്രമാണരേഖകളും ബ്ലെയ്ക്കിൻ്റെ കൈവശമുണ്ടായിരുന്നു. കേണൽ ജോണിൻ്റെ മരണത്തിന് അല്പം ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപത്രം തയ്യാറാക്കിയത്. അതിൽ ചന്ദ്രകാന്തം റേച്ചലിന് നൽകണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ഫ്രാങ്കലിൻ്റെ അച്ഛനെയാണ് നടത്തിപ്പുകാരനായി നിയോഗിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് രത്നം സമ്മാനമായി നൽകാൻ കേണൽ ജോൺ റേച്ചലിനെ തന്നെ തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, തൻ്റെ സഹോദരിയോട് പ്രതികാരം ചോദിക്കാനായിരിക്കാം. സഹോദരിയുടെ മകളെ കരുവാക്കിക്കൊണ്ട് തന്നെ. എനിക്ക് ഭയം തോന്നി. എന്നാൽ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ലെന്ന് ഫ്രാങ്ക്ലിൻ എന്നെ ആശ്വസിപ്പിച്ചു. തൻ്റെ ഇളയമ്മയെയോ മകളെയോ അനാവശ്യമായി അലോസരപ്പെടുത്താൻ ഫ്രാങ്ക്ലിൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ചന്ദ്രകാന്തം ഒരു ബാങ്കിൽ സൂക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ഫ്രിസിംഗ് ഹാളിൽ നിന്ന് ഫ്രാങ്ക്ലിൻ മടങ്ങിയെത്തിയപ്പോഴേക്കും ഡിന്നറിൻ്റെ സമയമായി കഴിഞ്ഞിരുന്നു. ബാങ്കിലെ സ്ട്രോങ് റൂമിൽ ചന്ദ്രകാന്തം സൂക്ഷിക്കാൻ പോയതായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങൾ ചോദിച്ചറിയാനുള്ള അവസരം എനിക്ക് ലഭിച്ചില്ല. ഡിന്നറിന് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ബന്ധു റേച്ചലിനെ കുറിച്ച് സംസാരിക്കാനേ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നുള്ളൂ. അവൾ വളരെ സുന്ദരിയാണ്. ഇതുപോലൊരു പെൺകുട്ടിയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ചന്ദ്രകാന്തത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ പോലും അദ്ദേഹം മെനക്കെട്ടില്ല. വീടിൻ്റെ വാതിലുകളും ജനലുകളും അടച്ചത് ഭദ്രമാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ചുറ്റിയടിച്ചു വന്ന് കഴിഞ്ഞപ്പോഴേക്കും അർദ്ധരാത്രിയായി കഴിഞ്ഞിരുന്നു. അന്നൊരു പൂർണ്ണ നിലാവുള്ള രാത്രിയായിരുന്നു. ഞാനൊന്ന് ഉലാത്താനായി പുറത്തേക്കിറങ്ങി. വീടിന് പിന്നിൽ ഒരാൾ മറഞ്ഞിരിക്കുന്നതിൻ്റെ നിഴൽ നിലാവെളിച്ചത്തിൻ്റെ തെളിമയിൽ ഞാൻ കണ്ടു. ഞാൻ നിഴലിൻ്റെ അടുത്തേക്ക് പതുക്കെ നടന്നു തുടങ്ങി. എന്നാൽ സ്ഥലത്തെത്തിയപ്പോഴേക്കും ആരോ തിടുക്കപ്പെട്ട് ഓടിയകന്നു. ആ നീചന്മാർ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നത് മൂലം എനിക്കവരെ കണ്ടുപിടിക്കാനായില്ല. ഞാൻ കാവൽക്കാരെ വിളിച്ച് തൂക്കമെടുത്ത് പരിസരമാകെ പരിശോധിച്ചു. എന്നാൽ ആരെങ്കിലും അതിക്രമിച്ച് കടന്നതിൻ്റെ ലക്ഷണമൊന്നും അവിടെ കണ്ടില്ല. നിഴൽ കണ്ടയിടത്തെത്തിയപ്പോൾ ചില കറുത്ത ദ്രാവകമടങ്ങിയ കുപ്പി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കാവൽക്കാരോട് ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്നാൽ പെനലോപ്പ് പറഞ്ഞ കഥ എൻ്റെ മനസ്സിലോടിയെത്തി. അതിനാൽ അവർ തങ്ങളുടെ പരിശുദ്ധ രത്നം അന്വേഷിച്ചിറങ്ങിയ ആ 3 ഇന്ത്യക്കാരായിരിക്കണം. ഇപ്പോൾ എൻ്റെ സംശയം ബലപ്പെട്ടു വരുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ ഈ കഥ ഫ്രാങ്കലിനോട് പറഞ്ഞു. കുപ്പി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവർ അടുത്ത രാത്രിയിൽ വീണ്ടും വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ആഴ്ചകളോളം റേച്ചലിൻ്റെ ജന്മദിനം വരെ സംശയാസ്പദമായ അപരിചിതർ ആരും തന്നെ ആ വഴിക്ക് വന്നില്ലെന്നത് ഞങ്ങളെ ആശ്ചര്യപ്പെടുത്തി. റേച്ചലും ഫ്രാങ്കലിനും ചിത്രമെഴുതിയും മുറി അലങ്കരിച്ചും പിയാനോ വായിച്ചും ഒട്ടേറെ സമയം ഒന്നിച്ച് ചെലവഴിച്ചു. ഫ്രാങ്ക്ലിൻ റേച്ചലുമായി പ്രണയത്തിലാണെന്നും കുടുംബത്തിൽ താമസിയാതെ തന്നെ ഒരു വിവാഹം നടക്കുമെന്നും വൃത്തിഗണങ്ങൾക്കിടയിൽ ഒരു സംസാരം പടർന്നു. ഞാൻ അതിനോട് യോജിച്ചില്ല. കാരണം റേച്ചലിന് മറ്റൊരു വ്യക്തിയോട് ഇഷ്ടമുണ്ടായിരുന്ന കാര്യം എനിക്കറിയാമായിരുന്നു. റേച്ചലിൻ്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണക്കത്ത് ജൂൺ 12 ആ വ്യക്തിക്ക് അയച്ചിരുന്നു. ഗോഡ്ഫ്രേ എന്നായിരുന്നു ആ വ്യക്തിയുടെ പേര്.
എൻ്റെ പ്രഭയുടെ രണ്ടാമത്തെ സഹോദരിയുടെ മകനാണ് അദ്ദേഹം. ലണ്ടനിൽ അഭിഭാഷകനായ അദ്ദേഹം സാമൂഹ്യ സേവന തൽപരനും ജനപ്രീതി നേടിയവനുമാണ്. ജൂൺ 16 വിദേശ ഉച്ചാരണ ചുവയുള്ള ഒരു അപരിചിതൻ ഫ്രാങ്കിളിനെ കാണാനെത്തി. ഈ സന്ദർശനത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. എന്നാൽ റേച്ചലിന് ഇക്കാര്യത്തിൽ വളരെയധികം അതൃപ്തിയുള്ളതായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ അടുത്ത ദിവസം അവർ വീണ്ടും സുഹൃത്തുക്കളായി തീർന്നു. ഫ്രാങ്ക്ലിൻ എത്തിച്ചേർന്നത് മുതൽ റോസന്ന വളരെ വിചിത്രമായ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. സന്തോഷവും ദുഃഖവും അവളിൽ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ അവൾ എന്നോട് വളരെ പരുക്കൻ മട്ടിൽ പെരുമാറി. റേച്ചലിന് വേണ്ടത്ര ആദരവും അവൾ നൽകിയില്ല. അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്ന് എനിക്ക് തോന്നിയെങ്കിലും ഒരവസരം കൂടി നൽകാൻ ഞാൻ തീരുമാനിച്ചു. ജൂൺ 25 റേച്ചലിൻ്റെ ജന്മദിനം. പ്രാതൽ സമയത്ത് ഫ്രാങ്കിളിനും ഞാനും കൂടി ഒരു തീരുമാനത്തിലെത്തി. ഫ്രിസ്സിംഗ് ഹാളിൽ നിന്ന് ചന്ദ്രകാന്തം കൊണ്ടുവരാനുള്ള സമയമായി. ഫ്രാങ്ക്ലിൻ ഫ്രിസ്സിംഗ് ഹാളിൽ വെച്ച് ഗോഡ്ഫ്രേയെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും കണ്ടുമുട്ടി. അവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് തിരിച്ചെത്തിയത്. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ ഞാൻ ഫ്രാങ്കിളിനോട് ചോദിച്ചു, രത്നം സുരക്ഷിതമാണോ സർ? കുപ്പായ കീശ തപ്പിക്കൊണ്ട് ഫ്രാങ്ക്ലിൻ പറഞ്ഞു, അതെ. ഇന്ത്യക്കാരെക്കുറിച്ച് വല്ല സൂചനയുമുണ്ടോ? ഇല്ല. ഫ്രാങ്ക്ലിൻ സന്ദർശക മുറിയിലേക്ക് തിരിച്ചുപോയി. ചന്ദ്രകാന്തം കണ്ട റേച്ചൽ നിലവിളിക്കുന്ന ശബ്ദമാണ് പിന്നെ ഞാൻ കേട്ടത്. കേണൽ ജോണിൻ്റെ ഈ സമ്മാനം എൻ്റെ പ്രഭയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അസന്തുഷ്ടയും കോപാകുലയുമായ അവർ എന്നോട് അരമണിക്കൂറിന് ശേഷം അവരെ ചെന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു. കഴിയുന്നത്ര വേഗത്തിൽ ഈ രത്നം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണമെന്ന് അവർ നിർബന്ധം പിടിക്കാൻ തുടങ്ങി. ഡിന്നർ സമയത്ത് മർക്ക് വൈറ്റ് എന്ന പ്രശസ്തനായൊരു വ്യക്തി റേച്ചലിനോട് രത്നത്തെക്കുറിച്ച് സംസാരിച്ചു. ഇതൊരിക്കലും ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകാൻ ഇടവരികയാണെങ്കിൽ നിങ്ങളുടെ ജീവൻ അപകടത്തിലാകാൻ ഇടയുണ്ട്. അല്പം സാഹസം കലർന്ന ഈ അഭിപ്രായം കേട്ടപ്പോൾ യുവത്വത്തിൻ്റെ തിളപ്പിൽ റേച്ചലിന് ഹരമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ അവളുടെ അമ്മയുടെ ഉത്കണ്ഠ വർദ്ധിച്ചതേയുള്ളൂ. എന്തൊക്കെയായാലും അന്നത്തെ ജന്മദിന പാർട്ടി അത്ര ഉല്ലാസകരമായിരുന്നില്ല. ഞാനതിന് കുറ്റപ്പെടുത്തുന്നത് ആ നശിച്ച രത്നത്തെയാണ്. ഇന്ത്യൻ ചെണ്ടയുടെ ശബ്ദം എന്നെ ചിന്തയിൽ നിന്നുണർത്തി. ഫ്രാങ്ക്ലിനും ഞാനും പരസ്പരം നോക്കി. ചന്ദ്രകാന്തം തിരിച്ചു കൊണ്ടുവന്നതോടെ ആ ജാലവിദ്യക്കാർ വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. അവരെ വീട്ടുവളപ്പിൽ നിന്ന് പുറത്താക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ പുറത്തേക്ക് കുതിച്ചു. പക്ഷേ അപ്പോഴേക്കും അവരുടെ ജാലവിദ്യ പ്രകടനം കാണാൻ സ്ത്രീകൾ മുറ്റത്ത് എത്തിച്ചേർന്നിരുന്നു. റേച്ചൽ കഴുത്തിൽ ആ ചന്ദ്രകാന്തം അണിഞ്ഞിരുന്നു. താൻ സ്വയം ഒരു അപകടത്തെയാണ് വെളിവാക്കുന്നതെന്ന കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. ഫ്രാങ്ക്ലിൻ അവളുടെ അരികിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്തെങ്കിലും അടിയന്തരാവശ്യം വന്നെങ്കിലോ എന്ന് കരുതി ഞാനും അവരുടെ സമീപത്തായി തന്നെ നിലകൊണ്ടു. ഇന്ത്യക്കാർ ഏതുതരം പ്രകടനങ്ങളാണ് അന്ന് അവിടെ കാഴ്ചവെച്ചതെന്ന കാര്യം എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ആ സംഭവം എന്നെ അസ്വസ്ഥനാക്കിയിരുന്നതായി ഉറപ്പായിരുന്നു. പിന്നീട് മർക്ക് വൈറ്റ് ജാലവിദ്യക്കാരുടെ അടുത്തേക്ക് നീങ്ങുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം അവരുമായി അവരുടെ ഭാഷയിൽ പതിഞ്ഞ സ്വരത്തിൽ എന്തോ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പെട്ടെന്ന് ഗുണമുണ്ടായി. അവർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിനയപൂർവ്വം തലകുനിച്ച് സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് സ്ഥലം വിടാൻ തയ്യാറെടുത്തു. ഇംഗ്ലീഷുകാരൻ ബാലൻ കാശിനായി കാഴ്ചക്കാരുടെ നേരെ തൊപ്പിനീട്ടി. സ്ത്രീകൾ സന്ദർശക മുറിയിലേക്ക് പോയി. ഇന്ത്യക്കാർ സ്ഥലം വിട്ടുവെന്ന് ഞാൻ കാവൽക്കാരെ കൊണ്ട് ഉറപ്പുവരുത്തിച്ചു. വീട്ടുവളപ്പൊന്ന് ചുറ്റിയടിച്ച് തിരിച്ചു വരുമ്പോൾ വള്ളിപ്പടർപ്പിനരികിൽ വെച്ച് ഞാൻ ഫ്രാങ്ക്ലിനെയും മർക്ക് വൈറ്റിനെയും കണ്ടുമുട്ടി. അവരുടെ കൂടെ കൂടാൻ ഫ്രാങ്ക്ലിൻ എന്നെ ക്ഷണിച്ചു. മറ്റേയാൾക്ക് അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ഇത് ഗബ്രിയേൽ, എൻ്റെ ഇളയമ്മയുടെ വിശ്വസ്തനായ വീട്ടുസൂക്ഷിപ്പുകാരനും കാര്യസ്ഥനും. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾക്കൊന്നുകൂടി ആവർത്തിക്കാമോ? മർക്ക് വൈറ്റ് ചുരുട്ടുവലി നിർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു. ആ ഇന്ത്യക്കാരുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ജാലവിദ്യക്കാരല്ല. അവരുടെ വിദ്യകൾ ഒരു തരം അനുകരണം മാത്രമാണ്. ഒരു സഞ്ചാരി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയിൽ ഒരുപാട് നാളത്തെ പരിചയമുണ്ട്.
അതിനാൽ അവരുടെ വേഷം കെട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആശ്ചര്യം മൂലം എനിക്ക് നാവിറങ്ങിപ്പോയി. മർത്ത് വൈറ്റ് തുടർന്നു. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ അവർ ഉയർന്ന ജാതിയിൽപ്പെട്ട ബ്രാഹ്മണരാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ അവർ പ്രതികരിച്ച വിധം നിങ്ങൾ കണ്ടില്ലേ? ഫ്രാങ്ക്ലിൻ കുറേ നേരം മിണ്ടാതെ നിന്നു. അയാൾ മനസ്സിൽ സ്വയം തർക്കിക്കുന്നതായി തോന്നി. അവസാനം അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മർത്ത് വൈറ്റ്, ഞങ്ങളുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെട്ട് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് താങ്കളുടെ സഹായം ആവശ്യമാണ്. ജൂലിയ പ്രഭിയുടെയും അവരുടെ മക്കളുടെയും ക്ഷേമത്തെ കരുതി ഈ വിചിത്ര സംഭവങ്ങളെല്ലാം താങ്കൾക്ക് വിവരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഇക്കാര്യങ്ങൾ പുറത്തുവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നീട് ഫ്രാങ്ക്ലിൻ ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള സർവ്വകഥയും മർത്ത് വൈറ്റിനോട് വിവരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം ആകാംക്ഷയോടെ ശ്രദ്ധിച്ചു കേട്ട മർത്ത് വൈറ്റ് അവസാനം നെടുവീർപ്പോടെ പറഞ്ഞു, നിങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നത് അതിശയം തന്നെ. ഫ്രാങ്ക്ലിന് തൻ്റെ ചെവികളെ വിശ്വസിക്കാനായില്ല. ഇതത്ര ഗൗരവമുള്ള കാര്യമാണോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ അങ്ങനെ തന്നെ കരുതുന്നു. ഈ ജാലവിദ്യക്കാർ ഇവിടെ വന്നിരിക്കുന്നത് ചന്ദ്രകാന്തം അതിൻ്റെ പൂർവ്വസ്ഥാനത്ത് തന്നെ പ്രതിഷ്ഠിക്കാനാണ്. അപ്പോൾ പിന്നെ ഇനി എന്തു ചെയ്യും? ചന്ദ്രകാന്തം ആംസ്റ്റർഡാമിൽ കൊണ്ടുപോയി ചെറു കഷ്ണങ്ങളായി മുറിപ്പിക്കുക. അപ്പോൾ ചന്ദ്രകാന്തം എന്ന നിലയിൽ അതിൻ്റെ പരിശുദ്ധ സ്വത്വം അതിന് നഷ്ടപ്പെടും. പിന്നെ നിങ്ങളുടെ കാര്യം സുരക്ഷിതമായിരിക്കും. ഇക്കാര്യം കഴിയുന്നതും വേഗം ഏർപ്പാട് ചെയ്യുകയാണ് നല്ലത് എന്നെനിക്ക് തോന്നി. ഇന്ത്യക്കാർ ആ രാത്രിയിൽ വീണ്ടും ഒരു ശ്രമം നടത്തില്ലെന്ന് മഹാനായ സഞ്ചാരി ഞങ്ങൾക്ക് ഉറപ്പു തന്നു. പക്ഷേ കരുതലെന്ന നിലയിൽ വളപ്പിൽ നായ്ക്കളെ അഴിച്ചുവിടാൻ ഞാൻ ഉത്തരവിട്ടു. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പായി റേച്ചൽ ചന്ദ്രകാന്തം തൻ്റെ മുറിയിലെ അലമാരയിൽ വെച്ചു. അവളുടെ അമ്മ തീരെ അസന്തുഷ്ടിയായി കാണപ്പെട്ടു. പുരുഷന്മാരും അവരവരുടെ മുറികളിലേക്ക് കിടക്കാൻ പോയി. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അന്നത്തെ പകലത്തെ സംഭവങ്ങൾ പുലരും വരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. പിന്നീട് ഞാൻ നിദ്രയിലാണ്ടു. ഉണർന്നപ്പോൾ 7:30 മണിയായി കാണും. പുറത്ത് തെളിഞ്ഞ ആകാശം. നായ്ക്കളെ ചങ്ങലക്കിടാനായി ഞാൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങവേ ഒരു ശബ്ദം എന്നെ തടഞ്ഞു നിർത്തി. അച്ഛാ, വേഗം വരൂ, വേഗം, രത്നം മോഷണം പോയിരിക്കുന്നു. പെനലോപ്പിൻ്റെ ശബ്ദമായിരുന്നു അത്. എന്താണ് നീ പറയുന്നത്? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അത് ശരിക്കും പോയച്ചാ. എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. വേഗം വരൂ, ഒന്ന് വേഗം. പെനലോപ്പ് എന്നെ റേച്ചലിൻ്റെ മുറിയിലേക്ക് വലിച്ചിഴച്ചു. ഉമ്മറപ്പടിയിൽ റേച്ചൽ ദുഃഖിതയായി നിന്നിരുന്നു. അവളാകെ വിളറി വെളുത്തിരുന്നു. മുറിയിലെ അലമാര തുറന്നു തന്നെ കിടന്നിരുന്നു. അത് ശൂന്യമായിരുന്നു. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത് നഷ്ടപ്പെട്ടുവോ മിസ് റേച്ചൽ? അത് പോയി, അവൾ സങ്കടം നിറഞ്ഞ സ്വരത്തിൽ മൊഴിഞ്ഞു. റേച്ചൽ മുറിയിൽ കടന്ന് വാതിലടച്ചു. ചന്ദ്രകാന്തം മോഷണം പോയ കാര്യം ഞാൻ ജൂലിയ പ്രഭിയെ അറിയിച്ചു. അവർ ഭയം മൂലം വിളറിപ്പോയി. അവർ മകളുടെ മുറിയിൽ ചെന്ന് കാര്യങ്ങൾ തിരക്കി. വാർത്ത കാട്ടുതീ പോലെ വീട്ടിലാകെ പടർന്നു. ഫ്രാങ്ക്ലിനും ഗോഡ്ഫ്രയും മുറിയിൽ നിന്ന് അമ്പരപ്പോടെ പുറത്തേക്ക് വന്നു. ഫ്രാങ്ക്ലിനാണ് സംഭവങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. ആദ്യം തന്നെ അദ്ദേഹം പെനലോപ്പിനെ റേച്ചലിൻ്റെ അടുത്തേക്ക് അയച്ചു. അവൾ വാതിലിന് മുട്ടിയപ്പോൾ പ്രഭി ജൂലിയെയാണ് പുറത്തേക്ക് വന്നത്. റേച്ചൽ അകത്തുനിന്നും വീണ്ടും വാതിലടച്ചു. പ്രഭി വളരെ അസ്വസ്ഥയായി കാണപ്പെട്ടു. അവർ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. രത്നത്തിൻ്റെ നഷ്ടം റേച്ചലിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അവൾ അങ്കലാപ്പിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളെ തനിച്ചു വിടുകയായിരിക്കും നല്ലത്. മടിയോടെയാണെങ്കിലും പോലീസിനെ വരുത്താനുള്ള നിർദ്ദേശത്തോട് പ്രഭി യോജിച്ചു. ഇന്ത്യൻ ജാലവിദ്യക്കാരെക്കുറിച്ച് ഫ്രാങ്ക്ലിൻ അവരോട് പറഞ്ഞു. ആദ്യം തന്നെ അവരെ അറസ്റ്റ് ചെയ്യണം. പ്രഭി കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഫ്രാങ്ക്ലിൻ പറഞ്ഞു, എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. ഫ്രിസിംഗ് ഹാളിലെ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റിന് എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കത്ത് തരൂ. എനിക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടണം. പ്രഭി വൈമനസ്യത്തോടെ കത്തുകൊടുത്തു. രത്നം നഷ്ടപ്പെട്ടതിനെ ഒരു അത്യാപത്തായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു അവരുടെ അഭിപ്രായം.
ചന്ദ്രകാന്തവും കൊണ്ട് കള്ളന്മാർ രക്ഷപ്പെടുന്നതിൽ അവർക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രകാന്തത്തെ സംബന്ധിച്ച കേസിന്റെ അന്വേഷണം സൂപ്രണ്ട് സിഗ്രേവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന വാർത്തയുമായാണ് ഫ്രാങ്ക്ലിൻ പ്രിസിംഗ് ഹാളിൽ നിന്ന് തിരിച്ചെത്തിയത്. സൂപ്രണ്ട് താമസിയാതെ എത്തിച്ചേരും. ഇന്ത്യൻ ജാലവിദ്യക്കാരെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞു. പക്ഷേ രത്നം അവരാണ് മോഷ്ടിച്ചത് എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അങ്കലാപ്പും ആശയക്കുഴപ്പവും അനുഭവപ്പെട്ടു. ഇന്ത്യക്കാർ നിരപരാധികളാണെങ്കിൽ പിന്നെ ആരാണ് ചന്ദ്രകാന്തം കട്ടത്? 10 നിമിഷം കഴിഞ്ഞപ്പോഴേക്കും സൂപ്രണ്ട് സിഗ്രേവ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അദ്ദേഹം വീടും പരിസരവും പരിശോധിച്ചെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല. വേലക്കാരെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി. വീട്ടുവളപ്പിൽ നിന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വിധത്തിൽ അദ്ദേഹം എല്ലായിടത്തും പോലീസുകാരെ നിയോഗിച്ചു. വേലക്കാരികളാണ് കൂടുതൽ അമ്പരപ്പിലായത്. അവരെല്ലാവരും റേച്ചലിന്റെ മുറിയിൽ ഒത്തുകൂടി ആരെയാണ് സൂപ്രണ്ട് സംശയിക്കുന്നതെന്ന് പറയണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആജ്ഞാശക്തി ഉപയോഗിച്ച് സൂപ്രണ്ട് അവരെയെല്ലാം പുഷ്പം പോലെ കൈകാര്യം ചെയ്തു. നിങ്ങളെ ഒന്നും ഇവിടെ കണ്ടുപോകരുത്, എല്ലാവരും താഴേക്ക് പോകൂ, അദ്ദേഹം ആജ്ഞാപിച്ചു. സാഹചര്യത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ എന്ന വണ്ണം അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. റേച്ചലിൻ്റെ മുറിയുടെ വാതിലിൽ പെയിൻറ്റിൻ്റെ ഒരു അടയാളം. സൂപ്രണ്ട് പറഞ്ഞു, നിങ്ങളിൽ ആരുടെയോ ഒരു പാവാട ചെയ്ത പണി നോക്കൂ, എല്ലാവരും ഉടൻ സ്ഥലം വിടൂ. റോസന്നെയാണ് സൂപ്രണ്ടിൻ്റെ ഏറ്റവും അരികിൽ നിന്നിരുന്നത്. അവൾ പെയിൻറ് പുരണ്ട ഭാഗത്തേക്ക് നോക്കി ഭയപ്പാടോടെ പിൻവലിഞ്ഞു. മറ്റ് വേലക്കാരികളും അവർക്ക് പിന്നാലെ പോയി. മുറി പരിശോധിച്ച ശേഷം സൂപ്രണ്ട് എൻ്റെ മകൾ പെനലോപ്പിനെ വിളിപ്പിച്ചു. അന്ന് രാത്രിയിൽ റേച്ചൽ രത്നം സൂക്ഷിച്ചിരുന്നത് പെനലോപ്പ് കണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ചായയുമായി മുറിയിൽ ചെന്നപ്പോഴാണ് അലമാരയുടെ വലിപ്പ് തുറന്നു കിടക്കുന്നതായി അവൾ കണ്ടത്. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ടതായും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. റേച്ചലിനെ ചോദ്യം ചെയ്തപ്പോൾ അവൾ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല. അവൾ ആരെയും കാണാൻ കൂട്ടാക്കിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട സ്ഥിതിയിലായി. രാത്രിയിൽ തങ്ങൾ ഒരു ശബ്ദവും കേട്ടിരുന്നില്ലെന്ന് ഗോഡ്ഫ്രയും ഫ്രാങ്കലിനും ആവർത്തിച്ചു പറഞ്ഞു. സൂപ്രണ്ട് പരിശോധന തുടരവേ റേച്ചൽ മുറിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവൾ ക്ഷുഭിതയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സൂപ്രണ്ട് ഒരിക്കൽ കൂടി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ ആ ഉദ്യോഗസ്ഥന് നേരെ കയർക്കുകയാണ് ചെയ്തത്. ഒന്ന് പോകൂ ഇവിടെ നിന്ന്, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചില്ലല്ലോ. രത്നം കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. അത് നഷ്ടപ്പെട്ടത് തന്നെ. എൻ്റെ രത്നം എന്നേക്കുമായി പോയി. റേച്ചലിൻ്റെ സമചിത്തത നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. കാരണം അവൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലാത്തതാണ്. വീട്ടിൽ പോലീസിൻ്റെ സാന്നിധ്യം അപമാനകരമായി അവൾക്ക് തോന്നിയിരിക്കണം. മട്ടുപ്പാവിൽ വെച്ച് റേച്ചൽ ഫ്രാങ്കലിനോട് സംസാരിച്ചിരുന്നു. എന്നാൽ അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഗോഡ്ഫ്രയ്ക്കും എൻ്റെ പ്രഭുയ്ക്കും അതറിയാമായിരുന്നുവെങ്കിലും അവരത് സ്വകാര്യമാക്കി വെച്ചു. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ. ഫ്രാങ്ക്ലിൻ എന്നെ ലൈബ്രറി മുറിയിലേക്ക് വിളിപ്പിച്ചു. ഞാൻ വാതിക്കലെത്തിയപ്പോൾ റോസന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു. ഈ സമയത്ത് അവളിവിടെ എന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റർ ഫ്രാങ്ക്ലിൻ മുകളിലൊരു മോതിരം മറന്നുവെച്ചു. ഞാനത് തിരിച്ചു കൊടുക്കാൻ വന്നതാണ്, അവൾ തിടുക്കത്തിൽ വിവരിച്ചു. അവളുടെ മുഖം ചുമന്നു തൊടുത്തിരുന്നു. സ്വയം പ്രാധാന്യം കൈവന്നതുപോലെയായിരുന്നു അവളുടെ ഭാവം. ഫ്രാങ്ക്ലിൻ ലൈബ്രറിയിലെ മേശയ്ക്കരികിൽ ഇരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ലണ്ടനിലുള്ള തൻ്റെ പിതാവിനെ കമ്പിയടിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ കേസിൻ്റെ കുരുക്കഴിക്കാൻ പറ്റിയ സൂപ്രണ്ട് സിഗ്രേവിനേക്കാൾ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനെ നാം കണ്ടെത്തിയേ തീരൂ. ലണ്ടനിൽ നിന്ന് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അയക്കാൻ ഞാൻ അച്ഛന് എഴുതുകയാണ്. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിടേണ്ട. പിന്നെ എനിക്കൊരു സംശയം. റോസന്നയുടെ മട്ടും ഭാവവും കാണുമ്പോൾ അവളിൽ എന്തൊരു പന്തികേട് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ചന്ദ്രകാന്തത്തെക്കുറിച്ച് നമുക്കറിയുന്നതിനേക്കാൾ കൂടുതൽ അവൾക്കറിയാമെന്ന് തോന്നുന്നു.
ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് അതിശയത്തെക്കാളേറെ സങ്കടമാണ് തോന്നിയത്. റോസന്നയുടെ ഭൂതകാലം ചുഴിഞ്ഞു നോക്കിയാൽ സംശയിക്കാൻ വക കാണുന്നുമുണ്ട്. ഫ്രാങ്ക്ലിൻ തുടർന്നു. അവളെൻ്റെ മോതിരം തിരിച്ചു തരാൻ വന്നതാണ്. അതിനുശേഷം മുറിവിട്ട് പോകേണ്ടതിന് പകരം അവൾ എന്നെ വളരെ അസാധാരണ മട്ടിൽ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് രത്നത്തെയോ കുറ്റവാളികളെയോ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. കൂടുതൽ വിശദീകരണത്തിന് മുമ്പായി നിങ്ങൾ നടന്നു വരുന്ന ശബ്ദം കേട്ടിട്ടാവണം അവൾ ഭയന്ന് മുറിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. റോസന്നയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറയാൻ ഭാവിച്ചു. പക്ഷേ അവളൊരു കള്ളിയാണെന്ന കാര്യം വെളിപ്പെടുമല്ലോ എന്നോർത്ത് ഞാനത് വേണ്ടെന്ന് വെച്ചു. റോസന്നയ്ക്ക് വീണ്ടും അസുഖമായെന്ന് ഞാൻ കേട്ടു. അവൾ മുറിയിൽ കിടപ്പാണത്രേ. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ അവൾ ഉഷാറായി അവിടെയെല്ലാം ഓടി നടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറത്തുപോയി ഫ്രാങ്ക്ലിന് യാത്ര ചെയ്യാൻ കുതിരവണ്ടിയുമായി തിരിച്ചെത്തി. കുതിരവണ്ടിയിൽ കയറുന്നതിന് മുമ്പായി അദ്ദേഹം എന്നോട് പറഞ്ഞു, കരുതലോടെ ഇരിക്കണം. ഞാൻ തിരിച്ചെത്തുന്നതുവരെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. എല്ലാവരെയും സ്വകാര്യമായി നിരീക്ഷിക്കണം. പ്രത്യേകിച്ച് റോസനയെ. ചന്ദ്രകാന്തത്തിന് 20,000 പവൻ വിലമതിക്കും. പക്ഷേ അതിൻ്റെ മൂല്യത്തേക്കാൾ വലുതാണ് തനിക്ക് റേച്ചലിൻ്റെ മനസ്സമാധാനമെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞത് ഞാൻ ഓർത്തു. പിന്നീടുള്ള ദിവസങ്ങൾ വളരെ സാവധാനമാണ് കടന്നുപോയത്. അവ ഭീകരവും പരിതാപകരവുമായിരുന്നു. റേച്ചലിൻ്റെ മനസ്സ് സ്വസ്ഥതയിലേക്ക് തരിമ്പും തിരിച്ചു വന്നില്ല. അവൾ ആഹാരം കഴിക്കാൻ പോലും താഴേക്ക് വരാൻ മടിച്ചു. എൻ്റെ പ്രഭി ആകെ അന്തം വിട്ട മട്ടായിരുന്നു. റോസന്നയുടെ അസാധാരണ പെരുമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് അവരുടെ മനപ്രയാസം വർദ്ധിപ്പിക്കേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. പ്രത്യാശയുടെ പ്രകാശകിരണങ്ങൾ എനിക്കും എവിടെയും കാണാൻ കഴിഞ്ഞില്ല. അല്പനാളുകൾക്കുള്ളിൽ സാഹചര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വ്യാഴാഴ്ച ഒരു സാധാരണ ദിവസം പോലെ കടന്നുപോയി. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് 2 വാർത്താശകലങ്ങൾ ലഭിച്ചു. അതിൽ ഒന്നാമത്തേത് റോസനയെക്കുറിച്ചുള്ളതായിരുന്നു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് അവൾ പ്രിസിംഗ് ഹാളിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരു ബേക്കറി കടക്കാരൻ പറഞ്ഞു. എന്നാൽ ഇത് അസത്യമായിരിക്കാനാണ് സാധ്യത. കാരണം ഈ സമയത്ത് റോസന്ന അവളുടെ മുറിയിൽ അസുഖമായി കിടപ്പിലായിരുന്നു, ചലിക്കാൻ പോലും കഴിയാതെ. അടുത്ത വാർത്താശകലം കൊണ്ടുവന്നത് പോസ്റ്റ്മാനാണ്. ഞങ്ങളുടെ കുടുംബ ഡോക്ടർ കാൻഡി പനി മൂലം കിടപ്പിലാണെന്ന് അയാൾ പറഞ്ഞു. റേച്ചലിൻ്റെ ജന്മദിന പാർട്ടിയിൽ പങ്കെടുത്ത് തിരിച്ചു പോകും വഴിക്ക് മഴ കൊണ്ടത് മൂലം അദ്ദേഹത്തിന് ജലദോഷം പിടിച്ചിരുന്നുവത്രേ. ഇത് കേട്ടപ്പോൾ ഫ്രാങ്ക്ലിൻ അന്തം വിട്ടു. അദ്ദേഹം പറഞ്ഞു, ചന്ദ്രകാന്തത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും വിവരം ലഭിച്ചില്ലെങ്കിൽ റേച്ചലിന് ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമായി വരും. പ്രാതൽ കഴിഞ്ഞ ശേഷം ഫ്രാങ്ക്ലിൻ്റെ അച്ഛനിൽ നിന്ന് ഒരു കമ്പി സന്ദേശം വന്നു. പ്രശസ്ത കുറ്റാന്വേഷണ വിദഗ്ധനായ സാർജന്റ് കഫ് രാവിലത്തെ ട്രെയിനിന് എത്തിച്ചേരുമെന്നായിരുന്നു സന്ദേശത്തിൻ്റെ ചുരുക്കം. ഇത്തരത്തിലുള്ള നിഗൂഢതകൾ പരിഹരിക്കുന്നതിൽ ഇംഗ്ലണ്ടിൽ ലഭ്യമായ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമെന്ന് ഫ്രാങ്ക്ലിൻ പറഞ്ഞു. സാർജന്റ് കഫിനെ സ്വീകരിക്കാൻ ഞാൻ ഗേറ്റ് വരെ ചെന്നു. മെലിഞ്ഞ മനുഷ്യൻ. സ്ത്രീകളെ അഭിവാദ്യം ചെയ്ത ശേഷം അദ്ദേഹം സൂപ്രണ്ട് സീഗ്രേവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. 2 പേരും കൂടി ദൂരെ മാറി നിന്ന് രഹസ്യ സംഭാഷണം നടത്തി. പിന്നീട് റേച്ചലിൻ്റെ മുറിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ സാർജന്റ് എന്നോട് ആവശ്യപ്പെട്ടു. വാതിലിൽ പെയിന്റിൻ്റെ അടയാളം അദ്ദേഹവും ശ്രദ്ധിച്ചു. ആരുടെ പാവാടയാണിത് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചുവോ? അദ്ദേഹം എന്നോട് ചോദിച്ചു. എനിക്ക് അതിനുത്തരം നൽകാൻ കഴിഞ്ഞില്ല. സാർജന്റിൻ്റെ അപേക്ഷയനുസരിച്ച് ഫ്രാങ്ക്ലിനും ഞങ്ങളുടെ കൂടെ ചേർന്നു. അദ്ദേഹത്തോടും ആ ഉദ്യോഗസ്ഥൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. റേച്ചലിൻ്റെ മുറിയിലേക്ക് വേലക്കാരികൾ പോയ സമയത്ത് പെയിന്റ് ഉണങ്ങി 8 മണിക്കൂർ പിന്നിട്ടിരുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിവരം കിട്ടിയപ്പോൾ സാർജന്റിന് വളരെയധികം സന്തോഷമായി. ഇത്തരമൊരു തുമ്പ് നൽകിയതിന് അദ്ദേഹം ഫ്രാങ്ക്ലിനെ അനുമോദിച്ചു. അതേ സമയത്ത് തന്നെ കിടപ്പുമുറി തുറന്ന് റേച്ചൽ പുറത്തേക്ക് വന്നു. ഫ്രാങ്ക്ലിൻ ഒരു തുമ്പ് തന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവോ? ഫ്രാങ്ക്ലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റേച്ചൽ ചോദിച്ചു. ഉദ്യോഗസ്ഥൻ സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ റേച്ചൽ അസ്വസ്ഥയായി. അവൾ ഫ്രാങ്ക്ലിനെ നോക്കി. എന്നിട്ട് അമ്പരന്നിട്ടെന്ന പോലെ പെട്ടെന്ന് മുഖം പിൻവലിച്ചു. പെയിന്റിനെക്കുറിച്ച് സാർജന്റ് ചോദിച്ചപ്പോൾ അവൾ ഈർഷ്യയോടെ പറഞ്ഞു,
നിങ്ങൾക്ക് സ്വന്തം രീതിയിൽ ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനിവിടെ വന്നു? നിങ്ങളെ സഹായിക്കാൻ ഫ്രാങ്കിളിനെ അനുവദിക്കരുത്. അവൾ കിടപ്പുമുറിക്കകത്ത് കടന്ന് വീണ്ടും വാതിലടച്ചു. എനിക്ക് റേച്ചലിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് ലജ്ജ തോന്നി. ഞാൻ ഫ്രാങ്കിളിനെ നോക്കി. അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. വിലപ്പെട്ട രക്തം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം അവൾ ശുണ്ടി പിടിച്ച് പെരുമാറിയതെന്ന് സാർജന്റ് ആശ്വസിച്ചു. സംഭവിച്ചതെല്ലാം മറന്ന് അന്വേഷണം തുടരാമെന്ന് അദ്ദേഹം ഫ്രാങ്കിളിനോട് പറഞ്ഞു. സാർജന്റ് പെനലോപ്പിനെ വരുത്തി ചോദ്യം ചെയ്തു. കാരണം ജന്മദിനത്തിൻ്റെ അന്ന് രാത്രി ബുധനാഴ്ച റേച്ചലിൻ്റെ മുറിയിൽ അവൾ പോയിരുന്നുവല്ലോ. എന്നാൽ അവളുടെ പാവാടയിൽ പെയിൻറ്റിൻ്റെ യാതൊരു ചീന്ത് പോലും ഉണ്ടായിരുന്നില്ല. സാഹചര്യങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് സാർജന്റ് കഫ് പറഞ്ഞു, നമുക്കിപ്പോൾ 3 മാർഗങ്ങളാണുള്ളത്. 1, പെയിൻറ്റ് പുരണ്ട എന്തെങ്കിലും സാധനം വീട്ടിലുണ്ടോ? 2, ആ പാവാട ആരുടേതാണ്? 3, അർദ്ധരാത്രിക്കും 3 മണിക്കുമിടയിൽ മുറിയിൽ വന്ന വ്യക്തി ആരാണ്? ഈ ഘട്ടത്തിൽ വെച്ച് സാർജന്റ് പഴയ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂപ്രണ്ട് സീക്രിയവിനെ പറഞ്ഞുവിട്ടു. അദ്ദേഹം ജനാലയ്ക്കരികെ നിന്ന് ചൂളം വിളിച്ചു. അദ്ദേഹം കാര്യമായി എന്തോ ആലോചിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറ്റവാളി ആരാണെന്നതിന് വല്ല സൂചനയുമുണ്ടോ എന്ന് ഫ്രാങ്ക്ലിൻ ചോദിച്ചപ്പോൾ സാർജന്റിൻ്റെ മറുപടി ഇതായിരുന്നു: അറിയാവുന്നിടത്തോളം ആരുമില്ല. അല്പനേരം പ്രഭുവുമായി സംസാരിക്കണമെന്ന് സാർജന്റ് കാഫ് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തെ അവരുടെ അടുത്തേക്ക് ആനയിച്ചു. കൂടിക്കാഴ്ചക്കിടയിൽ ഞാനും കൂടി അവിടെ ഉണ്ടായിരിക്കണമെന്ന് പ്രഭി നിർദ്ദേശിച്ചു. പെയിൻറ്റ് പുരണ്ട ആ വസ്ത്രം കാണണമെന്നായിരുന്നു ആദ്യമായി സാർജന്റ് പ്രഭിയോട് ആവശ്യപ്പെട്ടത്. നിങ്ങൾ അതെങ്ങനെ ചെയ്യും? അവർ ചോദിച്ചു. ആ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, മാഡം, വേലക്കാരെ ഒന്നടങ്കം സംശയിക്കുന്നതായി അവരെല്ലാവരും കരുതും. ഇല്ല, പ്രഭിയുടെ വസ്ത്രമടക്കം എല്ലാവരുടെയും വസ്ത്രം പരിശോധിക്കുന്നതായി ഞാൻ വിശദീകരിക്കുമ്പോൾ അവരെല്ലാം എന്നോട് സഹകരിക്കും. വേലക്കാരുടെ മാത്രമല്ല, ഈ വീട്ടിലെ മാന്യ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സഹകരണം എനിക്ക് ആവശ്യമാണ്, ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തൻ്റെ മകൾ റേച്ചലും മരുമക്കളായ ഫ്രാങ്കിളിനും ഗോഡ്ഫ്രേയും സാർജൻ്റെ പദ്ധതിയുമായി സഹകരിക്കുമെന്ന് പ്രഭിക്ക് ഉറപ്പായിരുന്നു. തിരച്ചിൽ സുഗമമായി പുരോഗമിച്ചു. അവസാനം റേച്ചലിൻ്റെ മുറി തിരയാനായി ചെന്നപ്പോൾ അവൾ താക്കോൽ തരാൻ വിസമ്മതിച്ചു. ഞാൻ സാർജന്റിനോട് പറഞ്ഞു, റേച്ചൽ അവളുടെ മുറിയിലെ അലമാര തിരയാൻ കൂട്ടാക്കില്ല. ഇത് പ്രതീക്ഷിച്ചിരുന്നതായി അദ്ദേഹത്തിൻ്റെ മുഖഭാവം വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു, അവൾ സഹകരിക്കുന്നില്ല എന്നത് പരിതാപകരം തന്നെ. എന്താണ് ഈ യുവതിയുടെ ലക്ഷ്യമെന്നതിനെക്കുറിച്ച് നാം ഇപ്പോൾ തല ചിന്തിച്ച് പുണ്ണാക്കേണ്ടതില്ല. ഇപ്പോൾ നമുക്ക് ഈ നിഗൂഢത പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പിന്നീട് അദ്ദേഹം എന്നോട് ചോദിച്ചു, മിസ്റ്റർ ഗബ്രിയേൽ, നിങ്ങളൊരു സൂക്ഷ്മ നിരീക്ഷകനാണല്ലോ. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ട ശേഷം വേലക്കാരിൽ ആരെങ്കിലും അസാധാരണമായ വിധം പെരുമാറിയത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവോ? ഈ ചോദ്യത്തെക്കുറിച്ച് ഞാൻ ഏറെ ചിന്തിച്ചു. റോസന്നയുടെ അപ്രതീക്ഷിത പെരുമാറ്റത്തെക്കുറിച്ചും പെട്ടെന്നുള്ള അസുഖത്തെക്കുറിച്ചുമായിരുന്നു എൻ്റെ ചിന്ത. അതിനെക്കുറിച്ച് ഞാൻ സാർജന്റിനോട് പറയാൻ തുനിഞ്ഞപ്പോൾ അദ്ദേഹം വേലിപ്പടർപ്പിലേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഉച്ചത്തിലാണ്, അകലെയുള്ള എല്ലാവരും കൂടി കേൾക്കാൻ പാകത്തിൽ. സന്ധ്യവാദം പിടിപെടാൻ പോകുന്നതുപോലെ പുറകിലൊരു വേദന. കാലാവസ്ഥ മാറാൻ ഇടയുണ്ടെന്നാണ് അതിൻ്റെ സൂചന. സാർജൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ തോട്ടത്തിൽ ഉലാത്താനിറങ്ങി. കുറച്ച് നടന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, റോസന്ന വേലിപ്പടർപ്പിനിടയിൽ ഒളിച്ചിരുന്നത് ഞാൻ കണ്ടു. അതാണ് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചത്. ഞാൻ ജയിലിൽ വെച്ച് റോസനയെ കണ്ടിട്ടുണ്ട്. റോസന ഫ്രാങ്കിളിനെ സ്നേഹിക്കുന്നതായി പെനലോപ്പ് എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രാങ്കിളിന് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഫ്രാങ്ക്ലിൻ ഉദ്യാനത്തിൽ നടക്കാനിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കടാക്ഷം ലഭിക്കാൻ വേണ്ടി റോസന വേലിപ്പടർപ്പുകൾക്കിടയിൽ പതുങ്ങി നിൽക്കുക പതിവായിരുന്നു. ആ പാവം പെൺകുട്ടിയെ സംശയത്തിൻ്റെ പുകമറയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇക്കഥ ഞാൻ സാർജന്റിനോട് തുറന്നു പറഞ്ഞു. സാർജന്റ് സന്തുഷ്ടനായി. ഒരു മുഖവരയില്ലാതെ അദ്ദേഹം ചോദിച്ചു, രക്തം നഷ്ടപ്പെട്ടപ്പോൾ അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചുവോ? ഹേയ്, ഒന്നുമില്ല. ഉള്ളു വിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു.
അദ്ദേഹത്തിൻ്റെ ആഴം നിറഞ്ഞ കണ്ണുകൾ എന്നിൽ അല്പം നേരം തറച്ചു നിന്നു. എൻ്റെ ഉള്ളിലെ രഹസ്യം വായിച്ചറിയുന്നതുപോലെ. അദ്ദേഹം ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അദ്ദേഹം വേലക്കാരെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്തു. റോസ് തന്നെയാണ് അദ്ദേഹവുമൊത്ത് കൂടുതൽ നേരം ചെലവഴിച്ചത്. പുറത്തു വന്നപ്പോൾ അവളുടെ മുഖം വിളറിയിരുന്നു. അവൾക്ക് ഫ്രാങ്കലിനോടുള്ള അടുപ്പത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കഥയൊന്നും സാർജന്റ് കണക്കിലെടുത്തില്ലെന്ന് എനിക്ക് തോന്നി. ചോദ്യം ചെയ്യൽ അവസാനിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പുറത്തു പോകാൻ റോസന്ന സമ്മതം ചോദിക്കുകയാണെങ്കിൽ അവളെ തടയരുത്. എന്നാൽ ആദ്യം ആ വിവരം ഞാൻ അറിയണം. സാർജന്റിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാനിരിക്കവേ റോസന്നെ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരു വേലക്കാരി വന്നു പറഞ്ഞു. സാർജൻ അവളെ പിന്തുടർന്നു. മുറിയുടെ വാതിൽ പൂട്ടണമെന്നും ആരെങ്കിലും അന്വേഷിച്ചാൽ താൻ അകത്തുണ്ടെന്ന് പറയണമെന്ന് നിർദ്ദേശിച്ചാണ് അദ്ദേഹം പോയത്. ചോദ്യം ചെയ്യലിന് ശേഷം റോസന്നിയെക്കുറിച്ചുള്ള സാർജന്റിൻ്റെ സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. റോസന്നിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കാനാകുമോ എന്നറിയാനായി ഞാൻ വേലക്കാരുടെ മുറിയിലേക്ക് ചെന്നു. ചായ കുടിക്കുകയായിരുന്ന അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടി. വേലക്കാരികളിൽ ചിലർ റോസന്നയിൽ ചാരപ്പണി നടത്തിയിട്ടുണ്ടെന്ന് താമസിയാതെ എനിക്ക് മനസ്സിലായി. തനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞൊരിക്കൽ അവൾ വാതിലടച്ചു പൂട്ടിയിരുന്നു. വേലക്കാരികൾ താക്കോൽ ദ്വാരത്തിലൂടെ ഒളിച്ചു നോക്കിയപ്പോൾ മുറിക്കകം ശൂന്യമാണെന്ന് കണ്ടു. മുറിയിൽ നെരിപ്പോട് കത്തുന്നുണ്ടായിരുന്നു. ഉഷ്ണകാലമായ ജൂണിൽ നെരിപ്പോട് കത്തിക്കുന്നത് ഏവരെയും അതിശയപ്പെടുത്തി. എനിക്ക് ആ പെൺകുട്ടിയോട് സഹതാപം തോന്നി. ഉദ്യാനത്തിലേക്ക് ഇറങ്ങിയ ഞാൻ വേലിപ്പടർപ്പിനരികിലൂടെ ഫ്രാങ്ക്ലിൻ നടന്നു വരുന്നത് കണ്ടു. അദ്ദേഹം ഉത്കണ്ഠാഭരിതനായിരുന്നു. മനപ്രയാസം അദ്ദേഹത്തെ തളർത്തിയിരിക്കുന്നത് പോലെ തോന്നി. ഞാൻ ഇവിടെ എത്തിയ ആദ്യ ദിവസം തന്നെ ആ ചതുപ്പ് നിലത്ത് ചന്ദ്രകാന്തം എറിഞ്ഞു കളയാമായിരുന്നുവെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അദ്ദേഹം ദുഃഖത്തോടെ പറഞ്ഞു. റോസന്നിയെക്കുറിച്ച് ഇതുവരെ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഫ്രാങ്കലിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം പെട്ടെന്നായിരുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രകാന്തത്തിൻ്റെ നിഗൂഢത പരിഹരിക്കപ്പെട്ടു. അവളാണ് ചന്ദ്രകാന്തം മോഷ്ടിച്ചത്. ഞാൻ പോയി ഇളയമ്മയെ അറിയിക്കട്ടെ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞു. സമയമായിട്ടില്ല സർ, ദയവായി ക്ഷമിക്കൂ. സാർജന്റ് കഫായിരുന്നു അത്. എന്തുകൊണ്ട്? കാരണം അത് ബുദ്ധിയല്ല. ഇളയമ്മയോട് പറയുന്നതിൽ നിന്ന് നിങ്ങളെന്നെ തടുക്കുകയാണോ? നിങ്ങളിത് അവരോട് പറയുകയാണെങ്കിൽ ഞാൻ കേസ് അന്വേഷണം ഉപേക്ഷിച്ച് ലണ്ടനിലേക്ക് തന്നെ മടങ്ങും. ഈ ഭീഷണി ഫ്രാങ്കലിനെ കോപാകുലനാക്കി. പക്ഷേ അദ്ദേഹം നിസ്സഹായനായിരുന്നു. അതിനാൽ അദ്ദേഹം നിശബ്ദത പാലിക്കാമെന്ന് വാക്കുകൊടുത്തു. സാർജന്റ് എനിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വേലക്കാരുടെ മുറിയിൽ പോയി നിങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്നോടൊപ്പം നടത്തൂ. അടുത്തുള്ള സ്ഥലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം എൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ നിന്ന് കടപ്പുറത്തേക്കുള്ള ഏതെങ്കിലും വഴി നിങ്ങൾക്കറിയാമോ? അറിയാം. അതെനിക്ക് കാണിച്ചു തരാമോ? താമസിയാതെ ഞങ്ങൾ രണ്ടുപേരും കടപ്പുറത്തെ ചതുപ്പ് നിലത്തേക്ക് പുറപ്പെട്ടു. കുറച്ചു ദൂരം നടന്നപ്പോൾ നിശബ്ദത മുറിച്ചുകൊണ്ട് സാർജന്റ് ചോദിച്ചു, മിസ്റ്റർ ഗബ്രിയേൽ, റോസന്നയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക എനിക്കറിയാം. അവൾ അപകടത്തിലല്ല എന്നറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരും അവളെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ്. അവൾ തികച്ചും സുരക്ഷിതയായിരിക്കും. ആരോ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ലേ? ഇല്ല. അതിനെക്കുറിച്ച് സാർജന്റ് എനിക്ക് കൂടുതൽ വിവരങ്ങൾ നൽകിയില്ല. പകരം അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് ഉണ്ടായത്. റോസന് അടുത്തിടെ പുതിയൊരു ഉടുപ്പ് തയ്പ്പിച്ചതായി നിങ്ങൾക്കറിയില്ലേ? ഞാൻ അന്തം വിട്ടു. 15 ദിവസം മുമ്പ് എൻ്റെ പ്രഭി അവൾക്ക് പുതിയൊരു ഉടുപ്പ് നൽകിയിരുന്ന കാര്യം പറയുന്നതിൽ ഞാനൊരു കുഴപ്പവും കണ്ടില്ല. എൻ്റെ ആശ്ചര്യം മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം സാർജന്റ് പറഞ്ഞു. കഴിഞ്ഞ വ്യാഴാഴ്ച സൂപ്രണ്ട് സീഗ്രേവ് പെയിൻ്റ് അടയാളം ചൂണ്ടിക്കാണിച്ചപ്പോൾ തൻ്റെ പാവാടയിൽ അത്തരമൊരു അടയാളമുള്ളതായി റോസന്നെ കണ്ടെത്തിയിരുന്നു. അവൾ രോഗിയായി നടിച്ച് പട്ടണത്തിൽ പോയി ചില സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. പിന്നീട് പുതിയൊരു വസ്ത്രം തയ്പ്പിച്ച് ഇസ്തിരിയിട്ടു. ഇപ്പോൾ അവൾ തൻ്റെ പഴയ വസ്ത്രം ഒളിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് വൈകിട്ട് ഞാൻ അവളെ മത്സ്യത്തൊഴിലാളികളുടെ ഗ്രാമത്തിലെ ഒരു കുടിലിൽ കണ്ടിരുന്നു.
അവൾ അവിടെ പോയിട്ടുണ്ടായിരിക്കണം. കടപ്പുറത്ത് അവളുടെ കാൽപ്പാടുകൾ നമുക്ക് നോക്കാം. ഉദ്യോഗസ്ഥൻ മണലിൽ സശ്രദ്ധം വീക്ഷിച്ചു. നേരം ഇരുട്ടി തുടങ്ങി. കടപ്പുറത്ത് ഒരു മനുഷ്യജീവി പോലുമില്ല. ഇതാ, ഇവിടെ ഒരു സ്ത്രീയുടെ കാൽപ്പാടുകൾ കാണുന്നു, അദ്ദേഹം പറഞ്ഞു. നമുക്ക് ആ കുടിലിൽ പോയി കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് നോക്കാം. യോളണ്ട് എന്നൊരു കുടുംബത്തിൻ്റേതായിരുന്നു ആ കുടിൽ. യോളണ്ടിൻ്റെ മകൾ നൊണ്ടി ലൂസി റോസന്നയുടെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ഒരു കാലിൽ മുടന്തുണ്ടായിരുന്നുകൊണ്ടാണ് നൊണ്ടി ലൂസി എന്ന പേര് വീണത്. ഞങ്ങൾ കുടിലെത്തിയപ്പോൾ അവിടെ ശ്രീമതി യോളണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ സന്ദർശന ഉദ്ദേശം സാർജന്റ് പെട്ടെന്ന് വെളിപ്പെടുത്തിയില്ല. പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം ഉല്ലാസത്തോടെ കുശലാന്വേഷണം നടത്തി. പിന്നെ രണ്ടുപേരും സുഹൃത്തുക്കളായി തീരാൻ അധിക സമയം വേണ്ടിവന്നില്ല. അവസാനം സാർജന്റ് തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. ചന്ദ്രകാന്തം കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞു. താൻ റോസന്നയുടെ സുഹൃത്താണെന്ന് ശ്രീമതി യോളണ്ടിനെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹം വിജയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉപായങ്ങൾ കൊണ്ടൊന്നും വില പിടിച്ച വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. സാർജന്റ് കഫിൻ്റെ പരാജയത്തിൽ ഞാൻ ഉള്ളാലെ സന്തോഷിച്ചു. അവിടെ വിടുന്നതിന് മുമ്പായി അദ്ദേഹം തൻ്റെ തുറുപ്പ് ചീട്ട് പ്രയോഗിച്ചു. ഗുഡ് നൈറ്റ് മാഡം. റോസന്നയെ കാണുകയാണെങ്കിൽ അവളോട് ഇപ്പോഴത്തെ ജോലി ഉപേക്ഷിക്കണമെന്ന് പറയൂ. ഹോ, അത് ശരി. അവൾ ജോലി വിടാൻ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞുവല്ലോ. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. റോസൻ ഇക്കാര്യത്തെക്കുറിച്ച് എൻ്റെ പ്രഭിയോടോ എന്നോടോ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റോസന്നെ യാത്രയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവോ എന്ന ഉദ്യോഗസ്ഥൻ ശ്രീമതി യോളണ്ടിനോട് ചോദിച്ചു. സ്ത്രീ അതെ എന്ന അർത്ഥത്തിൽ തലയാട്ടി. അദ്ദേഹത്തെ അടുക്കളയിലേക്ക് തന്നെ കൊണ്ടുപോയി. കൂമ്പാരങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹം മൂടിയുള്ളൊരു തകരപ്പെട്ടി പെറുക്കിയെടുത്തു. പിന്നീട് അദ്ദേഹം സുപരിചിതമായൊരു പാട്ട ചൂളം വിളിച്ചു. കൂടുതൽ ചില തെളിവുകൾ കിട്ടിയെന്നാണ് ആ ചൂളം വിളി സൂചിപ്പിച്ചത്. പാവം റോസന്ന ഇത്തരമൊരു കണ്ടുപിടുത്തം നടത്തിയതിൽ പരോക്ഷമായെങ്കിലും ഉത്തരവാദിയായതിൽ എനിക്ക് ദുഃഖം തോന്നി. പിന്നീട് ശ്രീമതി യോളണ്ട് സാർജന്റിന് ഒരു നായച്ചങ്ങല കാണിച്ചു കൊടുത്തു. തൻ്റെ പെട്ടി ബന്ധിക്കാൻ വേണ്ടി റോസൻ ഇത്തരം 2 ചങ്ങലകൾ എടുത്തിരുന്നതായും ആ സ്ത്രീ പറഞ്ഞു. സാർജന്റിന് തൃപ്തിയായതുപോലെ തോന്നി. ഞങ്ങൾ അവസാന ഗുഡ് നൈറ്റ് പറഞ്ഞ് തിരിച്ച് യാത്ര പുറപ്പെട്ടു. റോസന്നയെക്കുറിച്ചുള്ള സംശയം കൂടുതൽ വ്യക്തമായതായി സാർജന്റ് വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞു. അവൾ കുറ്റക്കാരിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നതായി എനിക്കും തോന്നി. ഞാനതിൽ അത്ഭുതപ്പെടാതെ ഇരുന്നില്ല. എൻ്റെ മുഖഭാവം മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം അദ്ദേഹം തൻ്റെ സിദ്ധാന്തം വിശദീകരിക്കാൻ തുടങ്ങി. റോസന്ന ചെയ്തത് വളരെ വ്യക്തമാണ്. 2 ചങ്ങലകളും അവൾ തകരപ്പെട്ടിയോട് ബന്ധിച്ച് അത് വെള്ളത്തിൽ താഴ്ത്തി. ചങ്ങലയുടെ അറ്റം അവൾ ഒരു പാറയിൽ കെട്ടിയിട്ടു. ആ പാറ ഏതെന്ന് അവൾക്ക് മാത്രമേ അറിഞ്ഞുകൂടൂ. ഇപ്പോഴത്തെ കോലാഹലങ്ങൾക്ക് അന്ത്യം വന്നാൽ മാത്രമേ അവൾ ആ തകരപ്പെട്ടി പുറത്തേക്ക് എടുക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അവൾ ചന്ദ്രകാന്തം അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവണം, ഞാൻ പറഞ്ഞു. ഇല്ല, സാർജന്റ് തറപ്പിച്ച് പറഞ്ഞു. എങ്കിലത് പെയിൻ്റ് അടയാളമുള്ള വസ്ത്രമായിരിക്കണം, ഞാൻ ഊഹിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അഭ്യൂഹത്തോട് യോജിച്ചുകൊണ്ട് കൂട്ടിച്ചേർത്തു. അവൾ എന്തുകൊണ്ട് വസ്ത്രം ചതുപ്പ് നിലത്ത് എറിഞ്ഞില്ല? അതൊരിക്കലും ചതുപ്പ് നിലത്ത് നിന്ന് പൊങ്ങി വരില്ല. ഒരുപക്ഷെ സംഗതി മറ്റെന്തെങ്കിലും ആയിരിക്കും. റോസന്ന ഫ്രിസ്സിംഗ് ഹാൾ പട്ടണത്തിൽ നിന്ന് എന്താണ് വാങ്ങിക്കൊണ്ട് വന്നതെന്നറിയാൻ എനിക്ക് ഫ്രിസ്സിംഗ് ഹാളിലേക്ക് പോകേണ്ടതുണ്ട്. വീട്ടിലെത്തിയപ്പോൾ റോസന്ന 1 മണിക്കൂർ നേരത്തെ തിരിച്ചെത്തിയതായി ഞാൻ മനസ്സിലാക്കി. സാർജന്റ് പുറത്തേക്ക് പോയി. ഞാൻ അദ്ദേഹത്തെ തിരക്കി പോയപ്പോൾ അദ്ദേഹം റേച്ചലിൻ്റെ ജനലിന് നേരെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നതായാണ് കണ്ടത്. അദ്ദേഹം ചൂളം വിളിച്ചുകൊണ്ടിരുന്നു. എന്താ, വല്ല പ്രശ്നവുമുണ്ടോ? ഞാൻ ചോദിച്ചു. റേച്ചൽ വീട് വിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിലാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. 1 മണിക്കൂറോളമായി സർജന്റിനെ കാത്തിരിക്കുകയാണ് പ്രഭി എന്ന് ഭൃത്യൻ വന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അവസാന മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് സംഭവിച്ചത് വിചിത്രമായി യാദൃശ്ചികതയായിരുന്നു. സാർജന്റിനെ കൂട്ടി ഞാൻ പ്രഭിയെ കാണാൻ പോയി. വിറയ്ക്കുന്ന കൈകളോടെയാണ് ഞാൻ പ്രഭിയുടെ വാതിലിന് മുട്ടിയത്. സാർജന്റിനെ കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ഓഫീസർ,
എൻ്റെ മകൾ റേച്ചൽ നാളെ ഇവിടെ വിടാൻ ആഗ്രഹിക്കുന്നു. അവൾ തൻ്റെ ഇളയമയോടുകൂടി താമസിക്കാൻ പോവുകയാണ്, ഫ്രിസ്സിംഗ് ഹാളിലെ മിസ്സിസ് ഏബിൾ വൈറ്റുമൊത്ത്. ഇക്കാര്യത്തെക്കുറിച്ച് അവൾ എപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത്? സാർജൻറ്റ് ചോദിച്ചു. 1 മണിക്കൂർ മുമ്പ്. സാർജൻറ്റ് എന്നെ നോക്കി. എന്നിട്ട് പ്രഭിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഞാൻ നാളെ തന്നെ ഫ്രിസ്സിംഗ് ഹാളിലേക്ക് പോകും. 2 മണിയോടെ തിരിച്ചെത്തുകയും ചെയ്യും. അതുവരെ മിസ് റേച്ചലിന് ഇവിടെ തങ്ങുവാൻ സൗകര്യപ്പെടുമെങ്കിൽ 2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്യാം. പ്രഭി അത് സമ്മതിച്ചു. വണ്ടിക്കാരനോട് 2 മണിക്ക് വന്നാൽ മതിയെന്നറിയിക്കാൻ അവർ എന്നെ ഏർപ്പാട് ചെയ്തു. യാത്രാസമയം മാറ്റാൻ താനാണ് ഉത്തരവാദി എന്ന കാര്യം റേച്ചലിനെ അറിയിക്കരുതെന്ന് സാർജൻറ്റ് പ്രഭിക്ക് മുന്നറിയിപ്പ് നൽകി. പ്രഭി എന്തോ പറയാനാഞ്ഞെങ്കിലും അത് പണിപ്പെട്ട് തടഞ്ഞു നിർത്തി. സാർജൻറ്റ് എൻ്റെ പ്രഭിയുടെ ധൈര്യത്തെ പുകഴ്ത്തി സംസാരിച്ചു. അദ്ദേഹം കൂട്ടിച്ചേർത്തു, അവർക്ക് ആത്മനിയന്ത്രണം കുറവായിരുന്നെങ്കിൽ ഈ നിഗൂഢത എന്നേ പരിഹരിക്കപ്പെടുമായിരുന്നു. എനിക്ക് സമചിത്തത നഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ കോളറിന് പിടിച്ച് ചുമരിലേക്ക് ആഞ്ഞുന്തിക്കൊണ്ട് പറഞ്ഞു, ഞാനിത് കുറേ നേരമായി സഹിക്കുന്നു. ഇപ്പോൾ തന്നെ പറയൂ, മിസ് റേച്ചലിനെ കുറിച്ച് എന്താണ് നിങ്ങൾ സംശയിക്കുന്നത്? കൊള്ളാം, അവസാനം നിങ്ങളത് ഊഹിച്ചിരിക്കുന്നു. എനിക്ക് അമളി പിണഞ്ഞതിൽ ലജ്ജ തോന്നി. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിച്ചു. ഞങ്ങൾ എൻ്റെ ഇരിപ്പ് മുറിയിലേക്ക് പോയി. എന്താണ് അദ്ദേഹം സംശയിച്ചതെന്ന് പറയാൻ ഞാൻ ആവശ്യപ്പെട്ടു. അത് വെറുമൊരു സംശയം മാത്രമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഏതാണ്ട് കയർക്കുന്ന മട്ടിൽ പറഞ്ഞു, എനിക്കറിയാം, അവളുടെ രത്നം അവൾ തന്നെ മോഷ്ടിച്ചു എന്നല്ലേ നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതെ, അവൾ റോസന്നയോട് ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞിരുന്നു. പോലീസിന് വിവരമറിച്ചാൽ റോസന്നയെ സംശയിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. എനിക്കറിയാവുന്നിടത്തോളം ചന്ദ്രകാന്തം റേച്ചലിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. തൻ്റെ പ്രസ്താവനയുടെ കൂടുതൽ തെളിവുകൾക്കായി അടുത്ത ദിവസം വരെ എനിക്ക് കാത്തിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തളർന്ന മനസ്സുമായി ഞാൻ വേലക്കാരുടെ മുറിയിലെത്തി. അവിടെ റോസന്നയെ കണ്ടുമുട്ടുകയും ചെയ്തു. അവളുടെ മുഖത്ത് കടും വേദന നീളിച്ചിരുന്നു. എന്താണ് കുഴപ്പമെന്ന് ഞാൻ അവളോട് ചോദിച്ചു. ദയവായി എന്നോടൊന്നും ചോദിക്കരുത്. അവൾ കരച്ചിൻ്റെ വക്കത്തെത്തിയിരുന്നു. ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ സാർജൻറ്റ് കഫ് അരികിൽ വന്ന് എന്താണ് സംഗതിയെന്ന് ആരാഞ്ഞു. ഒന്നുമില്ല, ഞാൻ പറഞ്ഞു. ഫ്രാങ്ക്ലിൻ മറ്റൊരു വാതിലൂടെ പ്രവേശിച്ച് എന്നോട് ഹാളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഫ്രാങ്ക്ലിൻ വിചിത്രമായൊരു കാര്യം പറഞ്ഞു. താൻ ബില്ലിയാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോസൻ അവിടേക്ക് കയറി വന്ന് തന്നോട് സംസാരിക്കാൻ തുനിഞ്ഞെന്നും താൻ അവളെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ലെന്നും ഫ്രാങ്ക്ലിൻ പറഞ്ഞു. മനസ്സിന് മുറിവേറ്റ റോസന്ന തിടുക്കപ്പെട്ട് സ്ഥലം വിട്ടു. അന്ന് രാത്രി വലിയ ഉത്കണ്ഠയൊന്നും അനുഭവപ്പെട്ടില്ല. അടുത്ത ദിവസം പുലർച്ചെ ഓഫീസർ യാത്ര പുറപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ മറ്റ് ചില ജോലികൾ കൂടി നിർവഹിക്കാനുണ്ടെന്ന ഭാവേനെ അദ്ദേഹം ഇവിടെ തന്നെ തങ്ങി. തന്നെ സഹായിക്കേണ്ടതിന് പകരം മർമ്മപ്രധാനമായ ചില വിവരങ്ങൾ ഒളിപ്പിച്ചു വെച്ചതിന് അദ്ദേഹം ഫ്രാങ്ക്ലിനെ കുറ്റപ്പെടുത്തി. ആരോപണത്തിന് മറുപടിയായി ഫ്രാങ്ക്ലിൻ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. വേലക്കാരിൽ ഒരുവൾ നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയില്ലേ? തനിക്ക് ഇക്കാര്യത്തിൽ ഇനിയൊന്നും പറയാനില്ലെന്ന് ഒരു വട്ടം കൂടി ഫ്രാങ്ക്ലിൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് ഫ്രാങ്ക്ലിൻ എന്നോട് പറഞ്ഞ കാര്യം സാർജൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. റോസന്നെ കാര്യമായി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കരുതിയത്. ഈ സമയത്ത് റോസനെയും പെനലോപ്പും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. ഞങ്ങൾ 2 പേരും ഒരേ സമയം 2 പെൺകുട്ടികളെയും കണ്ടുവെങ്കിലും ഓഫീസർ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു. ഫ്രാങ്ക്ലിനും ഓഫീസറുടെ പാത തന്നെ സ്വീകരിച്ചു. പെൺകുട്ടികളെ കണ്ടില്ലെന്ന് നടിച്ച് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, റോസന്നയുടെ കാര്യത്തിൽ ഞാൻ യാതൊരു താല്പര്യവും എടുക്കുന്നില്ല. ഈ സമയമെല്ലാം പെനലോപ്പ് റോസന്നയെ വീടിനുള്ളിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. റോസൻ അത് ചെറുത്തു നിൽക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അവൾ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിച്ച് പെനലോപ്പിനോടൊപ്പം വീടിനുള്ളിലേക്ക് തന്നെ പോയി. പ്രാതലിനുള്ള മണിയടിച്ചപ്പോൾ സാർജൻറ്റ് കഫ് ഫ്രിസ്സിംഗ് ഹാളിലേക്ക് പുറപ്പെട്ടു. പ്രഭിയുമായി അല്പം സംസാരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. പെനലോപ്പ് എന്നെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു.
ഫ്രാങ്കിളുടെ വാക്കുകൾ റോസന്നയെ വേദനിപ്പിച്ചുവെന്ന് അവൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ റോസന്നയെ ആശ്വസിപ്പിക്കാനായി പോയി. ഫ്രാങ്ക്ലിൻ അപ്രകാരം പറഞ്ഞത് ഓഫീസറെ പ്രീതിപ്പെടുത്താൻ മാത്രമായിരുന്നുവെന്ന് ഞാൻ അവളെ ബോധ്യപ്പെടുത്തി. അവൾക്ക് ആശ്വാസമായി. പക്ഷേ അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാ കാര്യവും പ്രഭിയോട് പറയണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അങ്ങനെയെങ്കിൽ അവൾക്ക് കൂടുതൽ ആശ്വാസം ലഭിച്ചേക്കും. ഞാൻ ഫ്രാങ്കിളിനോട് പറയാം. ഇതായിരുന്നു റോസന്നയുടെ മറുപടി. പക്ഷേ അദ്ദേഹം നടക്കാൻ പോയല്ലോ. ഇന്നെന്തായാലും ഞാൻ അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നില്ല. റോസന്ന അവളുടെ ജോലിയിൽ മുഴുകി. പെനലോപ്പ് അവളെ സഹായിക്കാമെന്നേറ്റെങ്കിലും ജോലി ചെയ്യുന്നതിൽ സന്തോഷമാണുള്ളതെന്ന് അവൾ പറഞ്ഞു. ഞങ്ങൾ അവളുടെ തീരുമാനം മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൾ ഉറച്ചു നിന്നു. സാർജന്റ് കഫ് ഫ്രിസിംഗ് ഹാളിൽ നിന്ന് 2 മണിക്ക് അല്പം മുമ്പ് തന്നെ തിരിച്ചെത്തി. അദ്ദേഹം ഞങ്ങൾക്ക് 2 വാർത്താശകലങ്ങൾ തന്നു. ഇന്ത്യൻ ജാലവിദ്യക്കാരെ താൻ കണ്ടുവെന്നും അവർ ചന്ദ്രകാന്ത മോഷ്ടിക്കാൻ വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതവർക്ക് മോഷ്ടിക്കാൻ കഴിയുന്നതിന് മുമ്പ് അത് അപ്രത്യക്ഷമായി. സഞ്ചാരിയായ മാർക്ക് വൈറ്റിനെ കണ്ട വിവരവും അദ്ദേഹം പറഞ്ഞു. റോസന്ന ഫ്രിസിംഗ് ഹാൾ പട്ടണത്തിൽ നിന്ന് നിശാവസ്ത്രത്തിനുള്ള തുണിയാണ് വാങ്ങിയതെന്നും അദ്ദേഹം കണ്ടെത്തി. പെയിന്റ് അടയാളമുള്ള വസ്ത്രം നശിപ്പിക്കുന്നതിന് പകരം റോസന്ന അത് ഒളിപ്പിച്ചു വെച്ചത് സാർജന്റിനെ ആശ്ചര്യപ്പെടുത്തി. ഇതിൽ യാതൊരു കഴമ്പും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിശദാംശങ്ങൾ ലഭിക്കണമെങ്കിൽ തിരച്ചിലിനുള്ള അനുമതി കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് സ്വയം സമ്പാദിക്കേണ്ടതുണ്ട്. 2 മണിക്ക് കുതിരവണ്ടിയിൽ കയറാൻ വേണ്ടി റേച്ചൽ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഓഫീസർ അവളുടെ അരികിൽ പോയി ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ചന്ദ്രകാന്തം ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇവിടെ തന്നെ താമസിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. പകരം വണ്ടി വിടാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. ഫ്രാങ്ക്ലിൻ ഓടി വന്ന് അവൾക്ക് ഗുഡ് ബൈ പറഞ്ഞു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. ഫ്രാങ്ക്ലിനത് കടുത്ത ആഘാതമായി. എൻ്റെ പ്രഭിക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവർ സാവധാനം വീടിനകത്തേക്ക് നടന്നു. മരുമകൻ ഫ്രാങ്ക്ലിൻ അവരുടെ പിന്നാലെ ചെന്നു. ഈ സമയം സാർജന്റ് കോണിപ്പടിയിൽ നിന്ന് ചൂളമടിച്ചു. സംഘർഷം മുറ്റി നിൽക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യരെ അലോസരപ്പെടുത്തും വിധം ചൂളമടിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. അദ്ദേഹം അത് സമ്മതിച്ചു. അതെ, ഇത് ചൂളമടിക്കാനുള്ള സമയമല്ല. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മിസ്റ്റർ ഗബ്രിയേൽ, ഒന്നാമതായി ഞാൻ താങ്കളോട് പറയട്ടെ, ആ വണ്ടിയിൽ റേച്ചൽ തനിച്ചല്ല യാത്ര ചെയ്യുന്നത്. അവൾക്ക് കൂട്ടിനായി ചന്ദ്രകാന്തവുമുണ്ട്. നമുക്ക് റോസനയുമായി ജോലി ആരംഭിക്കാം. അവളെ വിളിക്കാൻ ആളെ വിട്ടെങ്കിലും കണ്ടെത്താനായില്ല. കഴിഞ്ഞ 1 മണിക്കൂറായി ആരും അവളെ കണ്ടിട്ടില്ലത്രേ. അവളെ കണ്ട അവസാന വ്യക്തി അടുക്കളക്കാരിയായ നാൻസിയായിരുന്നു. ഞങ്ങൾ നാൻസിയെ വിളിപ്പിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. റോസന്ന ഒരു കശാപ്പുകാരൻ്റെ കയ്യിൽ ഒരു കത്ത് ഫ്രിസിംഗ് ഹാളിൽ വെച്ച് പോസ്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നെന്ന് നാൻസി പറഞ്ഞു. നാൻസി പോയി കഴിഞ്ഞപ്പോൾ തനിക്ക് വീണ്ടും പട്ടണത്തിൽ പോകേണ്ടിയിരിക്കുന്നുവെന്ന് സാർജന്റ് പറഞ്ഞു. എനിക്ക് ആ കത്തിലെ മേൽവിലാസം കിട്ടണം. എന്നിട്ട് ഒരിക്കൽ കൂടി മിസ്റ്റർ യോളണ്ടിനോട് സംസാരിക്കണം. ഞാൻ സാർജന്റിന് കുതിരവണ്ടി ഏർപ്പാട് ചെയ്യുന്നതിനായി പുറത്തേക്കിറങ്ങി. റോസന്നയുടെ തിരോധാനത്തെക്കുറിച്ചായിരുന്നു വേലക്കാരുടെ സംസാര വിഷയം. അവർ പല അന്വേഷണങ്ങളും നടത്തി. 1/2 മണിക്കൂർ മുമ്പ് ദേവദാരു മരത്തോട്ടത്തിനിടയിലൂടെ റോസൻ ഓടിപ്പോകുന്നത് കണ്ടുവെന്ന് ഡഫി എന്നൊരു ബാലൻ അറിയിച്ചു. സാർജന്റ് ആ ബാലനെയും കൂട്ടി കടപ്പുറത്തെ ചതുപ്പ് നിലത്തിലേക്ക് തിരിച്ചു. ഇതിനിടയിൽ എന്നോട് വാഹനം തയ്യാറാക്കി നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡഫി തിരിച്ചു വന്ന് ഓഫീസർ എനിക്കൊരു കുറിപ്പ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റോസന്നയുടെ ബൂട്ട്സ് പെട്ടെന്ന് എത്തിക്കണമെന്നായിരുന്നു സന്ദേശം. ബൂട്ട്സ് ഞാൻ തന്നെ ചുമന്നുകൊണ്ടുപോയി. കടപ്പുറത്തെത്തിയപ്പോഴേക്കും കനത്ത കാറ്റും മഴയും തുടങ്ങി. കടൽ പ്രക്ഷുബ്ധമായിരുന്നു. കൂറ്റൻ തിരമാലകൾ തീരത്ത് അലതല്ലി ആർത്തുകൊണ്ടിരുന്നു. ആ ചുറ്റുഭാഗത്ത് സാർജന്റ് കഫ് അല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ കിതച്ചു കഴിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖഭാവം എന്നെ ഭയപ്പെടുത്തി. അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ബൂട്ട്സ് റാഞ്ചിയെടുത്ത് മണ്ണിൽ പതിഞ്ഞ അടയാളവുമായി ഒത്തുനോക്കി.
അത് വളരെ കൃത്യമായിരുന്നു. മണലിലെ ബൂട്ട്സിൻ്റെ അടയാളം മറയുന്നതുവരെ അദ്ദേഹം അതിനെ പിന്തുടർന്നു. കുറേ നടന്നപ്പോൾ പിന്നീട് ഒരടയാളവും കണ്ടെത്താനായില്ല. അപ്പോൾ ഭയാനകമായ ആ സത്യം ഞങ്ങളുടെ തലയ്ക്കുള്ളിൽ ഉദിച്ചു. റോസന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാതെ മാറിയിരിക്കുന്നു. അവസാനം അവൾ മരണത്തിൻ്റെ പാത തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മണലിൽ മുട്ടുകുത്തി വീണു. സർജൻ്റാണ് എന്നെ എഴുന്നേൽക്കാൻ സഹായിച്ചത്. ദുരന്തം തളം കെട്ടി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തിരിഞ്ഞു നടന്നു. അപ്പോഴേക്കും വേലക്കാരും യോളണ്ടും ഞങ്ങളോടൊപ്പം ചേർന്നു. എല്ലാവർക്കും ചോദിക്കാനുണ്ടായിരുന്നത് റോസന്ന എവിടെ പോയി എന്നായിരുന്നു. അവരിലെല്ലാം ഉത്കണ്ഠ നിറഞ്ഞു നിന്നിരുന്നു. അന്തം വിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കവേ ഒരു ഭൃത്യൻ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, "മിസ്റ്റർ ഗബ്രിയേൽ, ഇത് താങ്കൾക്ക് തരണമെന്ന് പെനലോപ്പ് പറഞ്ഞു." അത് റോസന്നയിൽ നിന്നുള്ള ഒരു കുറിപ്പായിരുന്നു. അവളിൽ വാത്സല്യം ചുരിഞ്ഞൊരു വ്യക്തിക്കുള്ള കുറിപ്പ്. അവൾ എഴുതിയിരിക്കുന്നു, "ഞാൻ ഖേദിക്കുന്നു മിസ്റ്റർ ഗബ്രിയേൽ. ഞാൻ എൻ്റെ ശവക്കല്ലർ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ചതുപ്പ് നിലം കാണുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തതുപോലെ ഒരിക്കൽ കൂടി എനിക്ക് മാപ്പ് തരാൻ ശ്രമിക്കൂ. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും." എനിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ഓഫീസർ എന്നെ സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നിലേക്ക് മലച്ചുപോയി. റോസനെ മരണത്തിലേക്ക് വലിച്ചിഴച്ചത് അദ്ദേഹമാണെന്ന് ഞാൻ കുറ്റപ്പെടുത്തി. സാർജൻറ്റും ഞാനും വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ പ്രബി ശക്തിയോടെ വാതിൽ തുറന്നു. ഫ്രാങ്ക്ലിൻ അവരുടെ അരികിൽ നിൽപ്പുണ്ടായിരുന്നു. വേലക്കാരെല്ലാവരും പരിഭ്രാന്തിയിലായിരുന്നു. ഫ്രാങ്ക്ലിനോടുള്ള പ്രണയം മൂലമാണ് റോസന്ന ആത്മഹത്യ ചെയ്തതെന്ന് സാർജൻറ്റ് തനിച്ചായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം ഓഫീസർ പ്രബിയെ കണ്ട് സംസാരിച്ചു. റോസന്നയുടെ ആത്മഹത്യയ്ക്ക് പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ഞാൻ അറിഞ്ഞെങ്കിലും സത്യം മുഴുവൻ പറയാൻ പറ്റിയ ഏറ്റവും യോജിച്ച വ്യക്തി വീട്ടിൽ നിന്ന് അകലെയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ മകൾ റേച്ചലിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ. നമ്മെ പറ്റിക്കാൻ വേണ്ടി അവൾ ചന്ദ്രകാന്തം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നല്ലേ താങ്കൾ കരുതുന്നത്? അതെ, ഞാൻ അങ്ങനെ കരുതുന്നു. കൊള്ളാം. അത്തരമൊരു വഞ്ചന നടത്താനുള്ള ശേഷി എൻ്റെ മകൾക്കില്ല. അവളുടെ പ്രകൃതം അത്തരത്തിലുള്ളതല്ല. എനിക്കെൻ്റെ മകളെ നന്നായിട്ടറിയാം. അതിനാൽ എനിക്ക് നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കാനാകില്ല. സാർജന്റിന് പ്രബിയോട് സഹതാപമാണ് തോന്നിയത്. അദ്ദേഹം സൗമ്യതയോടെ വിശദീകരിക്കാൻ തുടങ്ങി. ഞാൻ ഇപ്രകാരം അഭിപ്രായപ്പെടുന്നതിന് കാരണങ്ങളുണ്ട്. ഒന്നാമതായി സൂപ്രണ്ട് സിഗ്രേവ് പറഞ്ഞ കാര്യമാണ്. റേച്ചലിനെ ചോദ്യം ചെയ്യാൻ അവൾ തന്നെ അനുവദിച്ചില്ലെന്നും തൻ്റെ കഴിവുകളിൽ അവൾക്ക് പുച്ഛമായിരുന്നെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഇത് വളരെ വിചിത്രമാണ്. എന്നോടും അവൾ വളരെ പരുക്കൻ മട്ടിലാണ് പെരുമാറിയത്. ഫ്രാങ്കലിനോടും അവൾക്ക് ദേഷ്യമായിരുന്നു. അദ്ദേഹത്തെ അവൾ പരസ്യമായി അവഹേളിക്കുക പോലും ചെയ്തു. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ടതിൻ്റെ നിഗൂഢതയെക്കുറിച്ച് അന്വേഷിക്കുന്നവരോടെല്ലാം അവൾക്ക് വിദ്വേഷമായിരുന്നെന്ന് ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അനുമാനിക്കുന്നത്. മറ്റ് പല ധനിക യുവതികളെയും പോലെ അവൾക്കും സ്വകാര്യ കടബാധ്യതകളുണ്ടെന്നും അത് ചന്ദ്രകാന്തം പണയം വെച്ച് വീട്ടാൻ കഴിയുമെന്നും ഞാൻ കരുതുന്നു. ഓഫീസർ തൻ്റെ ന്യായങ്ങൾ നിരത്തുന്നത് പ്രബി നിശബ്ദയായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തുടർന്നു. പിന്നെ മറ്റൊന്ന്, അലമാര പരിശോധിക്കാൻ റേച്ചൽ വിസമ്മതിച്ചു എന്താണ്? അവസാനമായി അവൾ ഇവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്രകാന്തം കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അവൾ വളരെ അലംഭാവത്തോടെയാണ് പെരുമാറിയത്. ഇവയെല്ലാം ചില സൂചനകൾ നൽകുന്നില്ലേ? സാർജന്റ് ഇത്രയും പറഞ്ഞിട്ടും പ്രബി ഒരക്ഷരം പോലും പറഞ്ഞില്ല. അദ്ദേഹം കാട് കയറുകയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ മിസ് റേച്ചലിനെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. എന്നാൽ റോസന്നിയെ കണ്ടുമുട്ടിയതിൽ പിന്നെ അവൾ തൻ്റെ യജമാനത്തിയായ റേച്ചലിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. റോസന്നിയുടെ മുൻകാല ചരിത്രം വെച്ച് നോക്കിയാൽ അവളെ റേച്ചലിന് ശരിക്കും ഉപയോഗിക്കാൻ പാകത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ചന്ദ്രകാന്തം എത്രയും പെട്ടെന്ന് വിറ്റഴിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. വലിയ തുകയ്ക്കുള്ള മോഷണ സാധനങ്ങൾ വാങ്ങുന്ന പണം കടം കൊടുപ്പുകാരെ റോസന്നയ്ക്ക് അറിയാമായിരുന്നു. റോസൻ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കില്ലെന്നും റേച്ചലിനറിയാമായിരുന്നു. ചന്ദ്രകാന്തം പ്രശസ്തമാണ്. അതിന് വലിയൊരു തുക വില വരും. ഉന്നതകുലജാതിയായ റേച്ചലിനെ പോലുള്ളൊരു യുവതിക്ക് ഇത്തരമൊരു കരിഞ്ചന്ത കച്ചവടം തനിച്ച് ചെയ്യാൻ കഴിയില്ല.
അതുകൊണ്ടാണ് റേച്ചൽ റോസന്നയുടെ സഹായം തേടിയത്. റോസന്നയുടെ പ്രവൃത്തികൾ തൻ്റെ സംശയത്തെ ബലപ്പെടുത്തിയത് എങ്ങനെയെന്നും സാർജന്റ് വിവരിച്ചു. കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള റോസന്നയുടെ നീക്കങ്ങളെക്കുറിച്ച് തനിക്കറിയാവുന്നതെല്ലാം അദ്ദേഹം പ്രഭുയുടെ മുമ്പിൽ നിരത്തി. സാർജന്റ് കൊണ്ടുവന്ന തെളിവുകൾ പ്രഭുവിൽ അസ്വസ്ഥത പടർത്തിയെങ്കിലും അവർ ആത്മനിയന്ത്രണം പാലിച്ചു. ഈ അവസരത്തിൽ താനൊരു ധീരപരീക്ഷണം നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും അതിന് പ്രഭു അനുവാദം തരണമെന്നും സാർജന്റ് ആവശ്യപ്പെട്ടു. എന്താണ് ആ പരീക്ഷണം? പ്രഭു ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മിസ് റേച്ചൽ ശുണ്ഠിക്കാരിയും തീക്ഷ്ണ സ്വഭാവക്കാരിയുമാണ്. എന്നാൽ അവൾ ദയാലു കൂടിയാണ്. റോസന്നയുടെ ഞെട്ടിപ്പിക്കുന്ന മരണവാർത്ത അവളുടെ മുമ്പിൽ പെട്ടെന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മരണവാർത്ത കേൾക്കുന്ന ആഘാതത്തിൽ അവൾ പെട്ടെന്ന് തന്നെ എല്ലാ കഥകളും വെളിപ്പെടുത്തും. അങ്ങനെ ചന്ദ്രകാന്തത്തിൻ്റെ നിഗൂഢത പരിഹരിക്കപ്പെടും. ഈ പരീക്ഷണം നിറവേറ്റുവാൻ ബഹുമാനപ്പെട്ട പ്രഭു എനിക്ക് അനുമതി തരാമോ? ശരി, നിങ്ങൾക്ക് ഈ പരിപാടിയുമായി മുമ്പോട്ട് പോകാം, പ്രഭു മറുപടി പറഞ്ഞു. സാർജന്റ് വിട പറയാൻ തയ്യാറായി. കുതിരവണ്ടി ഒരുങ്ങി നിൽപ്പുണ്ട്. അതിനാൽ ഞാൻ ഉടനെ യാത്രയാകുന്നു, അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം വാതിക്കലെത്തിയപ്പോഴേക്കും പ്രഭു അവരെ തടഞ്ഞു. അവർ പറഞ്ഞു, എൻ്റെ മകളുടെ നല്ല വശങ്ങളെ നമുക്ക് പരീക്ഷണത്തിന് വിധേയമാക്കാം. എന്നാൽ ഞാൻ അവളുടെ അമ്മയായതുകൊണ്ട് എനിക്ക് സ്വന്തം നിലയിൽ പരീക്ഷണം നടത്താനുള്ള അവകാശമുണ്ട്. ഫ്രിസ്സിംഗ് ഹാളിലേക്ക് നേരിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കൂ. ഇത് സമ്മതിച്ചോ? സംഭവങ്ങളുടെ പെട്ടെന്നുള്ള പരിണാമം സാർജന്റിനെ തികച്ചും സങ്കടാവസ്ഥയിലാക്കി. അമ്പരപ്പ് മൂലം അദ്ദേഹത്തിന് മിണ്ടാട്ടമില്ലാതെയായി. പ്രഭു തുടർന്നു. നിങ്ങൾ ചെയ്യുന്നതുപോലെ ധീരമായി തന്നെ ഞാൻ പരീക്ഷണം നടത്തുമെന്ന് ഉറപ്പു തരുന്നു. ഫലം എന്തു തന്നെയായാലും ഇന്ന് രാത്രി ലണ്ടനിലേക്കുള്ള അവസാന ട്രെയിൻ വിടുന്നതിന് മുമ്പായി നേരിട്ടോ കത്തുമുഖേനയോ നിങ്ങളെ ഞാൻ കൃത്യമായി വിവരമറിയിക്കാം. ഇത്രയും പറഞ്ഞ് കുതിരവണ്ടിയിൽ കയറി പ്രഭു ഫ്രിസ്സിംഗ് ഹാളിലേക്ക് യാത്ര തിരിച്ചു. റേച്ചലിൻ്റെ പരുഷമായ പെരുമാറ്റത്തെ തുടർന്ന് ലണ്ടനിലേക്ക് തിരിച്ചു പോകാൻ ഫ്രാങ്ക്ലിൻ തീരുമാനിച്ചിരുന്നു. ഉച്ചതിരിഞ്ഞുള്ള ട്രെയിനിന് യാത്ര ചെയ്യാനാണ് അദ്ദേഹം പദ്ധതിയിട്ടത്. അതിനാൽ ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങളും എൻ്റെ പ്രഭുയുടെ യാത്രയും സംബന്ധിച്ചുള്ള വാർത്ത അറിയിക്കാനായി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുതിച്ചു പാഞ്ഞു. ഈ വിവരമറിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ യാത്ര മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഫ്രിസ്സിംഗ് ഹാളിൽ നിന്ന് എന്തെങ്കിലും വാർത്ത ലഭിക്കുമല്ലോ എന്നതായിരുന്നു കാരണം. അല്പമണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുതിരവണ്ടിയിൽ 2 കത്തുകൾ എത്തിച്ചേർന്നു. എൻ്റെ പ്രഭു തൻ്റെ സഹോദരിയുമായി കുറച്ചുനാൾ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കത്തുകളിലൊന്ന് ഫ്രാങ്കലിനും മറ്റേത് എനിക്കുമായിരുന്നു. എനിക്കുള്ള കത്തിൽ സാർജന്റ് കഫിനുള്ളൊരു ചെക്ക് വെച്ചിരുന്നു. കേസ് അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിരിച്ചുവിടുകയാണെന്നതിൻ്റെ ബലമായൊരു ലക്ഷണമായിരുന്നു ആ ചെക്ക്. എനിക്കുള്ള കത്ത് ഞാൻ സാർജന്റിനെ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. പ്രിയപ്പെട്ട ഗബ്രിയേൽ, സാർജന്റ് കഫ് നിർദ്ദേശിച്ച പ്രകാരമുള്ള പരീക്ഷണം ഞാൻ നിർവഹിച്ചതായി ദയവായി അദ്ദേഹത്തെ അറിയിക്കൂ. റോസന്നയോട് സ്വകാര്യമായി ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ലെന്ന് റേച്ചൽ സത്യം ചെയ്തു പറയുന്നു. ചന്ദ്രകാന്തം നഷ്ടപ്പെട്ട രാത്രിയിൽ യാദൃശ്ചികമായോ മനഃപൂർവ്വമായോ അവരിരുവരും ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. സാർജന്റ് നിർദ്ദേശിച്ച പ്രകാരം റോസന്നയുടെ മരണവൃത്താന്തം ഞാൻ പെട്ടെന്ന് പുറത്തു പറഞ്ഞിട്ടും ഇതിൽ കൂടുതൽ വാർത്തയൊന്നും എനിക്ക് ലഭിച്ചില്ല. അവൾക്ക് കഴിയാവുന്നത്ര കാര്യങ്ങൾ എന്നോട് തുറന്നു പറയണമെന്ന് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവളോട് താണുകേണപേക്ഷിച്ചു. താൻ ആർക്കും പണം കടം വീട്ടാനില്ലെന്നും ചന്ദ്രകാന്തം തൻ്റെ കയ്യിലില്ലെന്നും അവൾ ആണയിട്ട് പറയുന്നു. തന്നെക്കുറിച്ച് അമ്മയ്ക്ക് ലജ്ജ തോന്നിക്കത്തക്ക വിധം യാതൊന്നും പ്രവർത്തിച്ചിട്ടില്ലെന്നും അവൾ പറഞ്ഞു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് അദ്ദേഹത്തിന് കൊടുത്ത് ഇതിനെക്കുറിച്ചെല്ലാം എന്താണ് പ്രതികരണമെന്ന് ചോദിച്ചു. കുടുംബപരമായ അപവാദങ്ങൾ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അധികം വൈകാതെ ചന്ദ്രകാന്തത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാനിടവരും, സാർജന്റ് പറഞ്ഞു. എനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടെങ്കിലും പതിവ് പോലെ അദ്ദേഹം എന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം എൻ്റെ കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെപ്പോലെ നല്ലൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിൽ താൻ ധന്യനാണെന്ന് പറഞ്ഞു. പ്രഭുക്കെതിരായി ഞാനൊരു വാക്ക് പോലും പറയില്ല, അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എൻ്റെ അശുഭകരമായ പ്രവചനം താങ്കളെ വിഷമിപ്പിച്ചെന്ന് തോന്നുന്നു.
എങ്കിലും 3 കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. റോസന്നയുടെ എഴുത്ത് കിട്ടുമ്പോൾ യോളണ്ടിലെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾ ചിലത് കേൾക്കാനിടയാകും എന്നതാണ് അതിൽ ഒന്നാമത്തേത്. രണ്ടാമതായി, ഇന്ത്യൻ ജാലവിദ്യക്കാർ റേച്ചലിനെ കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കും. അവൾ പോകുന്നിടത്തെല്ലാം ജാലവിദ്യക്കാർ അവളെ പിന്തുടരും. ഇനി അവസാനത്തേതായി, പണം കടം കൊടുക്കുന്ന ഒരാളെപ്പറ്റി, സെപ്റ്റിമസ് ലൂക്കറെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത് താങ്കൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. ഈ കേസിനോടനുബന്ധിച്ച് അയാളുടെ പേരും നിങ്ങൾ കേൾക്കാനിടയാകും. അദ്ദേഹം വീണ്ടും എൻ്റെ കൈപിടിച്ച് ഞാൻ വല്ലപ്പോഴും ലണ്ടനിൽ ചെല്ലുമ്പോൾ കാണണമെന്ന് പറഞ്ഞ് യാത്രയായി. ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പായി ഫ്രാങ്ക്ലിൻ തനിക്ക് ലഭിച്ച കത്ത് എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് കിട്ടിയ കത്തിനോട് സാമ്യമുള്ളതായിരുന്നു അത്. ആ കത്തിൻ്റെ അവസാനത്തിൽ പ്രബി തൻ്റെ മകൾ റേച്ചലിനെക്കുറിച്ച് ഇപ്രകാരം എഴുതിയിരുന്നു: അവൾ ആകെ സംഭ്രമിച്ചിരിക്കുന്നു. ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള പരാമർശം പോലും താങ്ങാൻ അവൾക്കാകുന്നില്ല. ഞാൻ എല്ലാം സഹിക്കുകയാണ്. നീയും സഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ അവളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് നല്ലത്. സമചിത്തത വീണ്ടെടുക്കാൻ അവൾക്ക് സമയം നൽകൂ. ഫ്രാങ്ക്ലിൻ കത്ത് മടക്കിക്കൊണ്ട് പറഞ്ഞു: ഞാനിവിടെ വന്നപ്പോൾ ഇത് പരമാനന്ദകരമായ ഒരു കുടുംബമായിരുന്നു. ഇതിപ്പോൾ നിഗൂഢതയും ദുരൂഹതയും കൊണ്ട് വിഷമയമായിരിക്കുന്നു. താൻ ചെകുത്താൻ്റെ അടുത്തേക്കാണെന്നും പറഞ്ഞ് അദ്ദേഹം വിഷാദത്തോടെ സ്ഥലം വിട്ടു. അടുത്ത ദിവസം എനിക്ക് പ്രഭുവിൽ നിന്ന് ഒരു സന്ദേശം വന്നു. റേച്ചലിനെ ലണ്ടനിലേക്ക് കൊണ്ടുപോകുന്നതിനാൽ തനിക്ക് ഒരു ജോലിക്കാരിയെയും പെനലോപ്പിനെയും വേണമെന്നായിരുന്നു സന്ദേശത്തിൻ്റെ ചുരുക്കം. അതിനാൽ വീട് നോക്കേണ്ട ചുമതല എനിക്കായിരുന്നു. യോളണ്ടിൻ്റെ മകൾ നൊണ്ടി ലൂസി തിങ്കളാഴ്ച ഒരു കത്തും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അവൾക്ക് ഫ്രാങ്കലിനെ കാണണമെന്നുണ്ടായിരുന്നു. റോസന്നിയെ അദ്ദേഹം കൊന്നതാണെന്ന് രോക്ഷാകുലയായി അവൾ ആരോപിച്ചു. ലൂസിയുടെ കയ്യിലുണ്ടായിരുന്ന റോസന്നിയുടെ കത്ത് ഒരു യാത്രാ മൊഴിക്കുറിപ്പായിരുന്നു. താൻ ജീവിക്കാൻ അർഹയല്ലെന്ന് അവൾ അതിലെഴുതിയിരുന്നു. കത്ത് ഞാൻ ഫ്രാങ്കലിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൾ കൂട്ടാക്കിയില്ല. അദ്ദേഹം നേരിട്ട് വന്ന് തന്നെ കത്ത് വാങ്ങണമെന്ന് അവൾ വാശി പിടിച്ചു. എൻ്റെ പ്രഭയും മകൾ റേച്ചലും ലണ്ടനിലെത്തിയിരുന്നുവെന്ന് എനിക്ക് ചൊവ്വാഴ്ച വിവരം ലഭിച്ചു. അതേസമയം അജ്ഞാതമായൊരിടത്തേക്ക് ഫ്രാങ്ക്ലിൻ യാത്ര തിരിച്ചതായും അറിയാൻ കഴിഞ്ഞു. അന്നേ ദിവസം തന്നെ മകൾ പെനലോപ്പ് എനിക്കെഴുതി: ഗോഡ്ഫ്രേ ഞങ്ങളെ സന്ദർശിച്ചിരുന്നു, എന്നെയും റേച്ചലിനെയും. കൂട്ടത്തിൽ റേച്ചലിൻ്റെ ഒരു ദരിദ്ര ബന്ധുവായ കുമാരി ക്ലാക്ക് എന്ന യുവതിയും ഉണ്ടായിരുന്നു. കഥയുടെ ബാക്കി ഭാഗം അവൾ പറയും. എങ്കിലും അവളെ അധികമൊന്നും വിശ്വസിക്കേണ്ട. ശനിയാഴ്ച സാർജന്റ് കാഫ് എനിക്ക് ദിനപത്രത്തിൻ്റെ ഒരു കട്ടിംഗ് അയച്ചു തന്നു. പ്രാചീന മുത്തുവ്യാപാരിയായ സെപ്റ്റിമസ് ലൂക്കറെ 3 ഇന്ത്യൻ ജാലവിദ്യക്കാർ ശല്യപ്പെടുത്തിയിരുന്നതായി വാർത്തയിൽ പറഞ്ഞിരുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെടാൻ കോടതി അദ്ദേഹത്തെ ഉപദേശിച്ചിരിക്കുന്നു. ഈയൊരു ദിശയിൽ നിങ്ങൾ സാർജന്റ് കഫിനെ പിന്തുണച്ചേക്കാം. അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ നല്ല അടിത്തറയുള്ളതാണെന്നും നിങ്ങൾ കരുതിയേക്കാം. എന്നാൽ ഞാനിപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ചന്ദ്രകാന്തത്തെക്കുറിച്ചുള്ള എൻ്റെ വിവരണം ഇവിടെ അവസാനിക്കുന്നു. കുമാരി ക്ലാക്ക് പറഞ്ഞത്. പ്രബി ജൂലിയയുടെ ഭർത്താവ് പാരേതനായ ജോണിൻ്റെ ബന്ധുവാണ് ഞാൻ. ചന്ദ്രകാന്തം കേസിനെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. വിവാഹം മൂലം ബന്ധുവായ പ്രഭിയുടെ ആൾക്കാർ കുറേ കാലമായി എന്നെക്കുറിച്ച് അന്വേഷിക്കാറില്ലായിരുന്നു. ബ്രിട്ടനിലെ ഒരു പട്ടണത്തിൽ തനിച്ച് ജീവിക്കുന്ന ദരിദ്രയായ എന്നെ അവർ മറന്നതായിരിക്കണം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫ്രാങ്ക്ലിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി. ലണ്ടനിലെ എൻ്റെ അമ്മായിയുടെ വീട് ഞാൻ സന്ദർശിച്ചപ്പോൾ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരണം നൽകി തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹം കത്തിലെഴുതിയിരുന്നു. മാത്രമല്ല, ഈ ആവശ്യത്തിന് അദ്ദേഹം അല്പം പണവും എനിക്ക് അയച്ചു തന്നിരുന്നു. ഇതിലെനിക്ക് അപമാനവും സങ്കടവും തോന്നി. പക്ഷേ ഞാനൊരു പാവപ്പെട്ടവളായത് കാരണം എനിക്കത് സ്വീകരിക്കേണ്ടി വന്നു. ജൂലിയ അമ്മായിയുടെ വീട് സന്ദർശിച്ച അക്കാലഘട്ടത്തെക്കുറിച്ച് എഴുതുന്നത് എനിക്കത്ര ബുദ്ധിമുട്ടുള്ളതായി തോന്നിയില്ല. കാരണം കുട്ടിക്കാലം മുതൽക്കേ എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഡയറിയിൽ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. അവയെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. 1848 ജൂലൈ 3 ഞാൻ ജൂലിയ അമ്മായിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മൊണ്ടേക്ക് സ്ക്വയറിലൂടെ കടന്നു പോവുകയായിരുന്നു.
ജനൽ തുറന്നിട്ട് കർട്ടൻ നീക്കിയിരിക്കുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു പോയി. അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായി ഞാൻ അങ്ങോട്ട് ചെന്നു. വാതിക്കൽ നിന്നിരുന്ന സ്ത്രീ വളരെ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറിയത്. അവൾ എന്നെ ക്ഷണിക്കുക പോലും ചെയ്തില്ല. എൻ്റെ അമ്മായിയും മകളും ഒരാഴ്ച മുമ്പ് അവിടെ എത്തിയിരുന്നതായി അവൾ പറഞ്ഞു. എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്നൊരു സന്ദേശം അമ്മായിക്ക് കൈമാറാൻ ഞാൻ അവളെ ഏൽപ്പിച്ചു. യുവതിയായ ആ സ്ത്രീ വയോധികനായ ഗബ്രിയലിൻ്റെ മകളാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. അടുത്ത ദിവസം 2 മണിക്ക് എന്നെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചതായി അവൾ മടങ്ങിവന്ന് എന്നെ അറിയിച്ചു. അന്ന് വൈകിട്ട് ഞങ്ങളുടെ ധർമ്മസ്ഥാപനങ്ങളിലൊന്നിൻ്റെ സെലക്ട് കമ്മിറ്റിയിൽ ഗോഡ്ഫ്രെ ഹാജരായിരുന്നില്ലെന്ന് കണ്ട് ഞാൻ അതിശയിച്ചു പോയി. ഇത്തരം സത്പ്രവൃത്തികളിൽ ഒരിക്കലും മടുപ്പില്ലാത്ത ആളായിരുന്നു അദ്ദേഹം. മറ്റ് അംഗങ്ങളാണ് എന്നെ ആ വിവരം അറിയിച്ചത്. ലണ്ടനെ മുഴുവൻ ഞെട്ടിച്ചൊരു കയ്യേറ്റത്തിൽ രത്നവ്യാപാരിയായ സെപ്റ്റിമസ് ലൂക്കറെ പോലെ ഗോഡ്ഫ്രെയും ഇരയായിരുന്നെന്ന് അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഈ സംഭവം. 1848 ജൂൺ 30. ഗോഡ്ഫ്രെ ബാങ്കിലേക്കൊരു ചെക്ക് മാറാൻ പോയതായിരുന്നു. ബാങ്കിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം ഒരു അപരിചിതനുമായി കണ്ടുമുട്ടി. അയാൾ സെപ്റ്റിമസ് ലൂക്കറായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. ഗോഡ്ഫ്രെ വീട്ടിലെത്തിയപ്പോൾ ഒരു പയ്യൻ ഒരു കത്തുമായി അദ്ദേഹത്തെ കാത്തുനിന്നിരുന്നു. സ്ട്രാൻഡിലെ നോർത്ത് അംബർലാൻഡ് സ്ട്രീറ്റിലേക്ക് ചെല്ലാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു കത്തിൽ. ഗോഡ്ഫ്രെ അംഗമായ ഒരു ധർമ്മസ്ഥാപനത്തെക്കുറിച്ച് വിവരം നൽകുകയായിരുന്നു ലക്ഷ്യം. അങ്ങനെ ചെയ്താൽ ഒരു വൃദ്ധ സ്ത്രീയിൽ നിന്ന് സംഭാവന ലഭിക്കാൻ ഇടയുണ്ടെന്ന് കത്തിൽ പറഞ്ഞിരുന്നു. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്തരമൊരു കത്തിനോട് പ്രതികരിക്കില്ലായിരുന്നു. എന്നാൽ ഗോഡ്ഫ്രെ ഒരു സത്യക്രിസ്ത്യാനിയും ധീരനും ധർമ്മിഷ്ഠനുമാണ്. അതിനാൽ അദ്ദേഹം ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പോയി. അവിടെ അദ്ദേഹത്തെ മാന്യനാണെന്ന് തോന്നിക്കുന്ന ഒരാൾ സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ കൊണ്ടുപോയി ഇരുത്തിയ മുറിയിൽ അസാധാരണമായി 2 സംഗതികൾ ഉണ്ടായിരുന്നു. അവയിലൊന്ന് കസ്തൂരിയുടെയും കർപ്പൂരത്തിൻ്റെയും നേരിയ ഗന്ധമായിരുന്നു. മറ്റൊന്ന് ഒരു പ്രാചീന പൗരസ്ത്യ കയ്യെഴുത്ത് പ്രതി മേശപ്പുറത്ത് തുറന്നു വെച്ചിരുന്നു. പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരിക്കവേ പൊടുന്നിനെയാണ് അദ്ദേഹത്തെ പിടികൂടിയത്. തവിട്ട് നിറത്തിലുള്ളൊരു കൈ പിന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടി വായിൽ തുണി തിരുകി. പിന്നീട് അദ്ദേഹത്തെ തറയിലേക്ക് വലിച്ചിഴച്ച് 3 പേർ കൂടി തലങ്ങും വിലങ്ങും പരിശോധിച്ചു. അവർക്കൊന്നും തന്നെ ഗോഡ്ഫ്രെയിൽ നിന്ന് കണ്ടെത്താനായില്ല. അവർ തമ്മിൽ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത ഭാഷയിൽ എന്തോ സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കസാരയിലിരുത്തി കെട്ടിയിട്ടു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ആ 3 പേരും സ്ഥലം വിട്ടതായി അദ്ദേഹം അനുമാനിച്ചു. പക്ഷേ പിന്നീട് തൻ്റെ കണ്ണിൻ്റെ കെട്ടുകൾ അഴിക്കുകയും വായിൽ തിരികെ തുണി എടുത്തു മാറ്റുകയും ചെയ്തതായിട്ടാണ് ഗോഡ്ഫ്രെയ്ക്ക് അനുഭവപ്പെട്ടത്. മാന്യരായ 2 അപരിചിതർ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ട് അദ്ദേഹം അതിശയിച്ചു പോയി. ഗോഡ്ഫ്രെ ചോദിച്ചു, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതേ ചോദ്യം ഞങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിശയിച്ചുകൊണ്ട് അപരിചിതർ പറഞ്ഞു. ശ്രേഷ്ഠരെന്ന് തോന്നിക്കുന്ന 3 പൗരസ്ത്യ ദേശക്കാർ ഈ ഫ്ലാറ്റ് ഒരാഴ്ച മുമ്പ് വാടകയ്ക്കെടുത്ത് മുൻകൂർ പണം നൽകിയിരുന്നതായി അപരിചിതർ വിശദീകരിച്ചു. അവരിൽ 2 പേർ ഒരു ഇംഗ്ലീഷുകാരൻ്റെ കൂടെയാണ് ആദ്യം വന്നിരുന്നത്. പിന്നീടാണ് 3-ാമത്തെയാൾ അവരുടെ കൂടെ ചേർന്നത്. 5 നിമിഷങ്ങൾക്ക് മുമ്പ് ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ അവർ കെട്ടിടം വിടുന്നത് കണ്ടിരുന്നു. ഗോഡ്ഫ്രെയിൽ നിന്ന് ഒന്നും തന്നെ അപഹരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ കയ്യെഴുത്ത് പ്രതി നഷ്ടപ്പെട്ടിരുന്നു. നോർത്ത് അംബർലാൻഡ് സ്ട്രീറ്റിൽ വെച്ച് സെപ്റ്റിമസ് ലൂക്കറിനും ഏതാണ്ട് ഇതേ അനുഭവം നേരിട്ടിരുന്നു. ലൂക്കറിൻ്റെ കൈവശമുണ്ടായിരുന്ന ചില കടലാസുകളാണ് നഷ്ടപ്പെട്ടത്. അന്നേ ദിവസം ബാങ്കിൽ നിക്ഷേപിച്ച വിലപിടിച്ച ചില സാധനങ്ങളുടെ റെസീറ്റുകളായിരുന്നു അവ. സ്വതന്ത്രനാക്കപ്പെട്ട ഉടനെ തന്നെ ലൂക്കർ ബാങ്കിലേക്ക് കുതിച്ചു. സാധനങ്ങളുമായി ആ തെമ്മാടികൾ ഇതിനകം സ്ഥലം വിട്ട് കാണില്ലെന്ന് അയാൾ ആശിച്ചു. ഭാഗ്യവശാൽ അത്തരത്തിലൊന്നും തന്നെ സംഭവിച്ചില്ല. 2 കേസുകളും പോലീസ് അത്യുത്സാഹത്തോടെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ലൂക്കർ ബാങ്കിൽ നിന്നിറങ്ങിയ അതേ സമയത്ത് തന്നെ ഗോഡ്ഫ്രെയും ബാങ്കിൽ നിന്നിറങ്ങി വന്നതുമൂലം യാദൃശ്ചികമായാണ് ഇത്തരമൊരു അതിക്രമം ഉണ്ടായതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ചൊവ്വാഴ്ച ക്ഷണമനുസരിച്ച് ഞാൻ കൃത്യസമയത്ത് തന്നെ ലഞ്ചിന് പോയി. അമ്മായി എന്നെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. അവർ മകൾ റേച്ചലിനെ ആകാംക്ഷപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരുന്നു. മുഖത്ത് ഉത്കണ്ഠ തിങ്ങി നിറഞ്ഞിരുന്ന റേച്ചലിൽ സ്ത്രീ സഹജമല്ലാത്ത ചില പെരുമാറ്റം ദൃശ്യമായിരുന്നു. അവളുടെ അമ്മയോട് എനിക്ക് സഹതാപം തോന്നി.
ലഞ്ചിന് ശേഷം റേച്ചൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വിശ്രമിക്കാൻ പോയി. എന്നാൽ ഗോഡ്ഫ്രെ വരികയാണെങ്കിൽ തന്നെ വിവരമറിയിക്കണമെന്നൊരു സന്ദേശം കൊടുത്തിട്ടാണ് അവൾ പോയത്. തനിച്ചായപ്പോൾ അമ്മായിയും ഞാനും ചന്ദ്രകാന്തത്തെക്കുറിച്ചും അതിന് കഴിഞ്ഞ ദിവസമുണ്ടായ അതിക്രമത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചും ഏറെ സംസാരിച്ചു. ആ സമയത്താണ് ഗോഡ്ഫ്രെ അകത്തേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഞങ്ങളെ സൗമ്യതയോടെയും സവിശേഷമായി തൻ്റെ പുഞ്ചിരിയോടെയും സ്വാഗതം ചെയ്തു. ഒരു വേലക്കാരിയെ വിട്ട് റേച്ചലിനെ വിളിപ്പിച്ചു. വീർത്ത് വികലമായ മുഖത്തോടെയാണ് റേച്ചൽ അകത്തേക്ക് കടന്നു വന്നത്. ഗോഡ്ഫ്രെയെ സംബോധന ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ സാഹസിക പ്രവൃത്തിയെക്കുറിച്ച് എല്ലാം എന്നോട് പറയൂ. നിങ്ങളാണ് ലൂക്രെ കൊണ്ടുവന്നതെന്ന് ഞാൻ കരുതട്ടെ. വിശദാംശങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അദ്ദേഹം അവളുടെ കൈകൾ ഗ്രഹിച്ചുകൊണ്ട് പിറുപിറുത്തു. എൻ്റെ പൊന്നു റേച്ചൽ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഈ വിഷയത്തിൽ എനിക്ക് വല്ലാത്ത മടുപ്പ് അനുഭവപ്പെടുന്നു. ഗോഡ്ഫ്രെ കൂടുതൽ എന്തെങ്കിലും പറയാൻ വൈമനസ്യം കാണിച്ചു. ഗോഡ്ഫ്രെയെ വിശ്വസിക്കാത്ത മട്ടിൽ റേച്ചൽ പറഞ്ഞു, നിങ്ങളിങ്ങനെ നിശബ്ദത പാലിക്കുന്നതിൽ എന്തോ സ്വകാര്യ കാരണമുണ്ട്. എന്നാൽ എനിക്കതറിയണം. അവൾ അദ്ദേഹത്തെ ജനലിനരികിലേക്ക് ബലാത്കാരമായി വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവളുടെ പരുഷമായ പെരുമാറ്റത്തെ അധിക്ഷേപിക്കണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഫ്രാങ്ക്ലിൻ തന്ന ചെക്കിനെക്കുറിച്ച് ഓർത്തപ്പോൾ എനിക്കൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. മകളെ നിയന്ത്രിച്ചു നിർത്താൻ അവളുടെ അമ്മ, അതായത് എൻ്റെ അമ്മായി, ഒന്നും പറഞ്ഞില്ല എന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തി. മനസ്സൽപ്പം ശാന്തമായപ്പോൾ റേച്ചൽ ഗോഡ്ഫ്രെയോട് ചോദിച്ചു, പോലീസ് എന്തെങ്കിലും കണ്ടെത്തിയോ? നിഗൂഢതയുടെ ചന്ദ്രകാന്തക്കല്ല് എന്ന നോവലിൻ്റെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.